സകല ലോകത്തിന്റെയും രാജാവും എൻ്റെ കർത്താവുമായ നമ്മുടെ ദൈവം വാഴ്ത്തും. ആ ധന്യവും നിസ്തുല്യമായ നാമത്തിൽ എല്ലാ പ്രിയപ്പെട്ടവർക്കും എൻ്റെ സന്ധ്യാവന്ദനങ്ങളെ അറിയിക്കുന്നു. ഒരിക്കൽ കൂടെ ദൈവസന്നിധിയിൽ ആയിരിക്കാൻ കർത്താവ് നൽകി വലിയൊരു അവസരമോർത്ത് സകല മാനവും പുകഴ്ത്തിയും ഞാൻ കർത്താവിന് അർപ്പിക്കും. വളരെ ഏകാഗ്രതയുള്ള ഹൃദയത്തോടുകൂടെ ദൈവവചനം ക്രമീകൃതമായി അപ്പോൾ തന്നെ തുറമാനമായി പഠിപ്പാൻ ദൈവം നൽകുന്ന വലിയേറിയ അവസരമോ ദൈവത്തിന് മഹത്വം കരയട്ടെ. കഴിഞ്ഞ ക്ലാസ്സിൽ ഞാൻ പറഞ്ഞ് അവസാനിപ്പിച്ച ഭാഗം നിങ്ങളുടെ മനസ്സിലുണ്ട് എന്ന് ഞാൻ കണക്കാക്കുന്നു. നമ്മൾ കർത്താവിനോട് കൂടെ നടക്കുകയാണല്ലോ. കർത്താവിനോടൊപ്പം നടന്നെങ്കിലേ പറ്റൂ. കർത്താവ് എവിടെയൊക്കെ നിന്നോ അവിടെയൊക്കെ നമുക്ക് നിൽക്കണം. എന്തിനു വേണ്ടിയൊക്കെ നിന്നോ അത് നമ്മൾ തിരിച്ചറിയണം. എന്നിട്ട് അവിടെ എന്താണ് കർത്താവ് ചെയ്തത് എന്നൊക്കെ മനസ്സിലാക്കാനുള്ള അല്പം ടൈം എടുത്തുള്ള ഒരു പഠനമാണിത്. ദയവായി ഇതിനകത്ത് നിങ്ങൾ വലിയ ഈ പ്രസംഗത്തിന്റെ നല്ല പോയിന്റ് ഒന്നും തപ്പരുത്. ഇപ്പം പ്രസംഗിക്കാനുള്ള പോയിന്റ് ഒക്കെ നമുക്ക് വചനം പഠിക്കുമ്പോൾ വന്നോളൂ. ഞാനിപ്പോൾ അതിന്റെ ശരിയായ ട്രാക്കിലൂടെ നിങ്ങളൊന്ന് കൊണ്ടുവരികാനുള്ള ദൗത്യമാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങളുടെ ഒരു കീൻ അറ്റൻഷൻ എനിക്ക് വളരെ അത്യാവശ്യമാണ്. നമ്മളെ ദൈവവചന പഠനത്തിൽ ശുശ്രൂഷയിൽ ഒരു വാക്ക് പിഴച്ചാൽ അതുണ്ടാക്കുന്ന പ്രത്യാഘാതം വലുതാണ്. അത് ഏതൊരു പണ്ഡിതനും പറ്റുന്ന കാര്യം കേട്ടോ. നാക്കുപിഴയൊക്കെ ആർക്കും ഉണ്ടാകാം, സ്വാഭാവികം. പക്ഷെ കേൾവിക്കാരിൽ അതൊരു പക്ഷെങ്കിൽ വലിയ ആശയക്കുഴപ്പവും ഒക്കെ ഉണ്ടാക്കാൻ സാധ്യതയുണ്ട്. എനിക്ക് പറ്റിയ ഒരു അബദ്ധം പറയാം. ഞാൻ ഒരു അമേരിക്കൻ സാഹിബിന് ഒരു യോഗത്തിൽ ട്രാൻസ്ലേറ്റ് ചെയ്യാൻ, അദ്ദേഹത്തിന്റെ ആക്സെന്റ് ആണെങ്കിൽ വലിയ ബുദ്ധിമുട്ടാണ് ക്യാച്ച് ചെയ്യാൻ. പക്ഷെ കൃപയാൽ അതെനിക്ക് അനായാസം ചെയ്യാനുള്ള കഴിവ് ദൈവം തന്നു. ഞാൻ സാഹിബിന് ട്രാൻസ്ലേറ്റ് എന്ന് പറയാനായിട്ടല്ല, എനിക്ക് പറ്റിയ അബദ്ധം പറയാനായിട്ട്. അദ്ദേഹം ഒരു റിവൈവൽ പ്രീച്ചറാണ്. ഞാനൊരു സെന്റൻസ് പറഞ്ഞ് തീർക്കാനുള്ള ടൈം പോലും തരികയില്ല. അതിനു മുമ്പ് അദ്ദേഹം അടുത്ത സെന്റൻസ് ഫാസ്റ്റ് ആയിട്ട് പറയും. അദ്ദേഹം പറഞ്ഞൊരു വാചകം, ദ ഡേ വിൽ കം, ദ ഡേ വിൽ കം. യഹോവയുടെ ദിവസത്തെ കുറിച്ചാണ് അദ്ദേഹം പറഞ്ഞത്. അദ്ദേഹം ഫാസ്റ്റ് ആയിട്ട് പറഞ്ഞപ്പോൾ ദ ഡേ വിൽ കം എന്നുള്ളത് ഞാൻ കേട്ടത് ദ വിൽ കം എന്ന്. കണ്ടോ? ദ ഡേ വിൽ കം എന്നുള്ളത് ഞാൻ കേട്ടത് ദ വിൽ കം. അർത്ഥം പോയ പോക്ക് കണ്ടോ? എനിക്ക് പറ്റിയ അബദ്ധം. ദ ഡേ വിൽ കം എന്നുള്ളത് ഞാൻ കേട്ടത് ദ വിൽ കം. പുള്ളി ഭയങ്കര ഫാസ്റ്റ് ആയിട്ട് അടുത്ത സെന്റൻസ് വന്നപ്പോൾ എനിക്ക് മനസ്സിലായി മുഴുവൻ പാളിപ്പോയെന്നുള്ളത്. കാരണം അദ്ദേഹം പറഞ്ഞ പ്രസംഗത്തിന്റെ ശരിയായ ആശയമല്ല ഞാൻ എനിക്ക് പരിഭാഷപ്പെടുത്തി കൊടുക്കാനൊത്തത്. പിന്നെ ഞാൻ സർക്കസ് കളിച്ചു അതിലൊക്കെ കയറി ലാസ്റ്റ് ഇതിനകത്ത് വന്ന് കയറിയെങ്കിലും വിവരമുള്ള ഓഡിയൻസ് അല്ലേ കേട്ടോണ്ടിരിക്കുന്നത്. എനിക്ക് പറ്റിയ അബദ്ധം അവർക്ക് മനസ്സിലായി. പക്ഷെ പ്രസംഗകന്റെ പ്രസംഗം അദ്ദേഹം പറയാൻ ഉദ്ദേശിച്ചത് എന്താണോ ആ ശരിയായ ആശയം മാറിപ്പോയെന്ന് ഞാൻ പറഞ്ഞത്. ഞാനൊരു സാഹിബിനെ പരിഭാഷപ്പെടുത്തി എനിക്ക് അബദ്ധം പറ്റിയെന്നുള്ളത് നിങ്ങളെ കേൾപ്പിക്കാൻ വേണ്ടി അല്ല ഞാനിത് പറഞ്ഞു. ഒറിജിനൽ ആള് പറഞ്ഞതല്ല തേർഡ് പാർട്ടിക്ക് കിട്ടുന്നെന്നുള്ളതാണ് ഞാൻ ഈ പറഞ്ഞു. ഇപ്പൊ ക്ലിയർ ആയോ? അതുകൊണ്ട് നമ്മള് പരമാവധി ആ ഒറിജിനൽ കസ്റ്റോഡിയൻസിന്റെ പക്കൽ നിന്നും യാതൊരു വളവും തിരിവും കൂടാതെ പറഞ്ഞത് അതേപടി അതെന്താണ് അർത്ഥമാക്കുന്നത് എന്നുള്ള കാര്യം പഠിക്കേണ്ടത് കൊണ്ടാണ് ഞാൻ ഇത്രയും ഡീറ്റെയിൽഡ് ആയിട്ട്, വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് ഞാൻ കുറെ ടൈം എടുത്താണ് ഞാൻ ഈ ക്ലാസ്സിൽ അറ്റൻഡ് ചെയ്തത്, ഞാനിത് പഠിച്ചത്. അത്രയും ലാഗ് ചെയ്ത് ഞാൻ ഏതായാലും പോകുന്നില്ല. അതിനകത്ത് ഒരു മൈന്യൂട്ടായിട്ടുള്ള കാര്യങ്ങൾ പോലും നമ്മൾ എന്താ പറയാ ഡീറ്റെയിൽ ആയിട്ട് ചിന്തിക്കുകയും പഠിക്കുകയും ചെയ്യേണ്ടിയിരിക്കുന്നു. കാരണം കർത്താവ് ഒരു വാക്കും പാഴ്വാക്കായിട്ട് പറയുന്നില്ല. ഓരോ മൂളലിൽ പോലും അർത്ഥമുണ്ട്. മനസ്സിലാവുന്നുണ്ട് ഞാൻ വിശ്വസിക്കുന്നു. ഞാൻ എന്താ ഇത് പറയാൻ ചോദിച്ചു, ഞാൻ അടുത്ത പോയിന്റിലേക്ക് വരിക. ഇതൊന്ന് പറഞ്ഞിട്ടായിക്കോട്ടെന്ന് വിചാരിച്ചു. മനസ്സിലാവുന്നുണ്ടോ?
ഒരു മൂളല് പോലും വലിയ അർത്ഥം നമുക്ക് നൽകുന്നു. ഞാൻ മുമ്പ് നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടെന്ന് എന്റെ വിശ്വാസം. കർത്താവ് ലാസറിന്റെ കല്ലറയ്ക്കൽ ചെന്നിട്ട് നമ്മൾ തിരുവഴുത്തിൽ വായിക്കുന്നല്ലേ, ലാസറേ പുറത്തു വരിക എന്ന് ഉറക്കെ വിളിച്ചു. ഇപ്പൊ കൺവെൻഷൻ വേദി പ്രസംഗിക്കുന്ന ആൾക്കാരൊക്കെ ലാസറേ, അപ്പൊ ഈ സൗണ്ട് സിസ്റ്റത്തിന് കൈകാര്യം ആൾക്കാർ എക്കോ അങ്ങിട്ട് കൊടുക്കും. ഗ്രൗണ്ട് മുഴുവൻ ലാസറേ ലാസറേ ലാസറേ, പുറത്തു വരിക പുറത്തു വരിക പുറത്തു വരിക. കണ്ടോ, എന്റെ പൊന്നോട് ഒരു കർത്താവ് അങ്ങനെ ഒരു കാര്യമേ പറഞ്ഞില്ല. അത്രയും കിടന്ന് അലറിയില്ല, ബഹളവും വെച്ചില്ല. പിന്നെ കർത്താവ് എന്താ പറഞ്ഞെന്നറിയാമോ? എബ്രായ ഭാഷയിലെ ആൽഫബറ്റ്സിലെ രണ്ടാമത്തെ ലെറ്റർ അലഫ്, ബെയ്റ്റ്, ഗിമൽ, ഡാലത്ത് ഇങ്ങനെ പോകുന്നതിൽ രണ്ടാമത്തെ ലെറ്റർ ആണ് ബെയ്ത്ത്. ബെയ്റ്റ്, ബെയ്റ്റ് എന്ന് പറയും, ബെയ്ത്ത് എന്നും പറയും. ബോത്ത് ആർ സെയിം, നോ ഡിഫറൻസ്. ബെയ്റ്റ് അല്ലെങ്കിൽ ബൈറ്റ് എന്ന് പറയുന്നത് 3 സിലബിൾ ഉണ്ട്. ബ, ഇ, ട്. അത്യാവശ്യം വിദ്യാഭ്യാസമുള്ള ഇംഗ്ലീഷൊക്കെ പഠിച്ചപ്പോൾ സിലബിൾസിനെ കുറിച്ചൊക്കെ അന്ന് പഠിച്ചിട്ടുണ്ടാകുമല്ലോ. സിലബിൾസ്, സൗണ്ട് അല്ലേ? ഇതിനകത്ത് 3 സിലബിൾസ് ഉണ്ട്. ബ, ഇ, ട്, ബൈറ്റ്. ആ ഒരക്ഷരത്തിന് 3 സൗണ്ട് ഉള്ളപ്പോൾ കർത്താവ് കല്ലറയ്ക്ക് വാതിൽക്ക് ചെന്നിട്ട് 3 സൗണ്ടിൽ 2 എണ്ണം വിട്ടിട്ട് ആ ബൈറ്റിന്റെ ആദ്യത്തെ ഒരു സിലബിൾ മാത്രം ഉപയോഗിച്ചുള്ളൂ. ബൈറ്റ് എന്നുള്ള ആ അക്ഷരത്തിന്റെ ആദ്യ ഭാഗം മാത്രം പറഞ്ഞ കല്ലറുടെ വാതിൽക്ക് ചെന്നിട്ടും ബ ഇത്രേ പറഞ്ഞുള്ളൂ. ബൈറ്റ് എന്നുള്ളതിന്റെ ബ ഇത്രേ പറഞ്ഞു. ഞാൻ ഈ ക്ലാസ്സിന്റെ തുടക്കത്തിൽ ഓർപ്പിച്ചല്ലോ, ഹീബ്രു ലെറ്റേഴ്സിന്റെ മീനിങ് കണക്കാക്കുന്ന വിധം ഞാൻ പറഞ്ഞായിരുന്നു. ഒരക്ഷരത്തിന് സർഫസ് ലെവലിൽ 4 അർത്ഥവും ഡീപ്പർ ലെവലിൽ 70 അർത്ഥവും ഉണ്ടെന്ന് ഞാൻ പറഞ്ഞത് ഓർക്കുന്നുണ്ടോ? ഒറ്റ അക്ഷരം, വാക്കിനല്ല ഞാൻ പറഞ്ഞു, ഒരക്ഷരത്തിന്റെ കാര്യം ഞാൻ പറഞ്ഞത്. ഒരക്ഷരത്തിന് ടോപ്പ്, ബോട്ടം, റൈറ്റ്, ലെഫ്റ്റ്, ഈ 4 ഏരിയയിൽ തന്നെ 4 അർത്ഥമാണ്. അതിന്റെ ഡീപ്പർ ലെവലിലേക്ക് ചെല്ലുമ്പോൾ ഒറ്റ അക്ഷരത്തിന് തന്നെ 70 അർത്ഥമുണ്ട്. പിടികിട്ടിയോ? അപ്പൊ ബ എന്ന് മാത്രമേ പറഞ്ഞുള്ളൂ. മരിച്ച് അടക്കം ചെയ്ത് നാറ്റം വെച്ച 3 ദിവസം കഴിഞ്ഞ് 4-ാം ദിവസം ലാസർ പുറത്തു വന്നു. അല്ലെ? കർത്താവ് അവിടെ കൊടുത്ത് ബഹളം വെച്ച് നെഞ്ചത്തടിച്ചു, ലാസറേ പുറത്തു വാ എന്ന് പറഞ്ഞ് ബഹളം ഒന്നും ചെയ്തില്ല. ഈ നമുക്കിടയിൽ ഇതൊരു വലിയ പ്രശ്നമാണ്. നമുക്കൊക്കെ യോഗത്തിനൊക്കെയുള്ള ഒരു ഒച്ചയും ബഹളം ഇല്ലെങ്കിൽ ശുശ്രൂഷിച്ച ഉപദേശിയോ ആത്മീയോ ഇല്ല, ആരാധനയും ചൊവ്വായില്ലെന്നൊരു ചിന്താഗതി നമുക്കുണ്ട്. നമുക്കൊരു ആരാധനയായിട്ട് തോന്നണമെന്നുണ്ടെങ്കിൽ ഡ്രമ്മിന്റെ ഒരു സൈഡ് പൊട്ടണം, നമ്മുടെ തൊണ്ടയിലെ ശബ്ദം വല്ലാതാകണം. മനസ്സിലാകുന്നുണ്ടോ? തുള്ളി തുള്ളി അതിലൊക്കെ പോകണം. ഇങ്ങനെയൊക്കെ വന്നാലേ ആരാധിച്ചതായിട്ട് നമ്മൾ കണക്കാക്കും. അല്ലെ? ശാന്തമായി അബ്രഹാം ദൈവത്തെ ആരാധിച്ചോളുന്ന ആരാധിക്കണം നമുക്കില്ല. പോട്ടെ. ഞാൻ പറഞ്ഞു വന്നത് ശബ്ദത്തിനല്ല, ആ വാക്കിന്റെ പവർ അത്ര വലുതാണ്. ഞാൻ പറഞ്ഞു വന്നത് നമുക്കിങ്ങനെ ഡീറ്റെയിൽ ആയിട്ട് പഠിച്ചു പോയെങ്കിൽ മാത്രമേ ദൈവവചനം ഉള്ളതുപോലെ അറിയാൻ ഒക്കൂ എന്ന് മാത്രമാണ് പറഞ്ഞത്. കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞതിന്റെ ബാക്കി ഞാൻ തുടങ്ങുന്നു. നിങ്ങളുടെ ഒന്ന് റിഫ്രഷ് ചെയ്യാൻ വേണ്ടി ഞാൻ ഇത്രയും കാര്യം പറഞ്ഞുവിട്ടു, ടൈം കളയാൻ വേണ്ടിയിട്ടല്ല, തെറ്റിദ്ധരിക്കരുത്. കർത്താവ് തന്റെ മാതാപിതാക്കളോടൊപ്പം ഒരു വീട് ക്രമീകരിച്ച് കിട്ടി. അവിടെ ആയിരിക്കുമ്പോൾ നടന്ന 2-3 പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് നമ്മൾ പറഞ്ഞു വരുന്നത്. അതിൽ ഒന്നാമത്തെ കാര്യം ഞാൻ ഓർപ്പിച്ചു, 8-ാം നാളിൽ സർക്കംസിഷൻ, പരിച്ഛേദന ഏറ്റു. ആ 8-ാം നാളിന്റെ ഇമ്പോർട്ടൻസ് എന്താണെന്നുള്ളതാണ് ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് പറഞ്ഞത്. ട്രാൻസെൻഡൻസ് എന്ന് പറഞ്ഞാൽ ഈ ലോകമുള്ള ബന്ധം കട്ട് ഓഫ് ചെയ്ത് മറ്റൊരു ലോകവുമായി കണക്റ്റഡ് ആകുന്നു. അതാണ് ന്യൂമറോളജിക്കൽ അനുസരിച്ച്, സംഖ്യാശാസ്ത്രം അനുസരിച്ച് 8-ാം നമ്പറിന്റെ പ്രാധാന്യം.
7 പെർഫെക്ഷൻ ആണല്ലോ, അല്ലേ? 7 പെർഫെക്ഷൻ ആണെങ്കിൽ 8 സകലം പെർഫെക്റ്റ് ആയി ഈ ലോകത്തുള്ള കണക്ഷൻ വിച്ഛേദിച്ച് മറ്റൊരു ലോകവുമായി കണക്റ്റഡ് ആകുന്നു. ട്രാൻസെൻഡൻസ് എന്ന് ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ ഓർപ്പിച്ചു. അപ്പോൾ മറ്റൊരു ലോകവുമായുള്ള ബന്ധത്തിൽ ഞാൻ ആയിക്കഴിഞ്ഞു, ഈ ലോകമായിട്ടൊരു ബന്ധവുമില്ല എന്നുള്ളതിന്റെ ശരീരത്തിൽ ഏൽക്കുന്ന അടയാളമാണ് സർക്കംസിഷൻ. കൃപയാൽ വീണ്ടും ജനനം പ്രാപിച്ച ഞാൻ നിങ്ങൾ സ്ത്രീയെന്നോ പുരുഷനെന്നോ വ്യത്യാസമില്ലാതെ പരിശുദ്ധാത്മാവിനാൽ കൈകൊണ്ടല്ലാത്ത ഹൃദയത്തിന്റെ പരിച്ഛേദന ഏറ്റു കഴിഞ്ഞു. സ്തോത്രം. അതുകൊണ്ട് ഞാനും നിങ്ങളും ലോകക്കാരായിട്ടല്ല, ഈ ലോകവുമായിട്ടൊരു ബന്ധവുമില്ലാതെ മറ്റൊരു ലോകവുമായി കണക്റ്റഡ് ആണെന്നുള്ള നിലയിൽ വേണം ജീവിക്കാൻ. ഞാൻ എന്തിന് ഇത്രയും വിശദമാക്കി പറഞ്ഞു ചോദിച്ചു കഴിഞ്ഞാൽ, യേശുക്രിസ്തുവിന്റെ ജനനത്തോടനുബന്ധിച്ചുള്ള സംഭവങ്ങൾ പറഞ്ഞു കേൾപ്പിക്കുക എന്നുള്ളതല്ല എന്റെ ഉദ്ദേശം. ആ ഓരോ സംഭവത്തിനകത്ത് നമ്മൾ ജീവിതത്തിൽ പാഠമാക്കേണ്ട അതിപ്രധാനപ്പെട്ട സംഗതികളുണ്ട്. അതാ ഞാൻ നിങ്ങളുമായി പങ്കുവെക്കുന്നത്. തെറ്റിദ്ധരിക്കല്ലേ? ക്ലിയർ ആകുന്നുണ്ട്? അപ്പോൾ 8ാം നാൾ മുതൽ പരിച്ഛേദന ഏറ്റതിലൂടെ നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവ് ഇഹലോകവുമായുള്ള ബന്ധത്തിലല്ല, സ്വർഗലോകവുമായുള്ള ബന്ധത്തിലായി കഴിഞ്ഞു. ഇഹലോകമുള്ള ബന്ധത്തെ കട്ട് ഓഫ് ചെയ്യുന്ന നിലയിൽ പരിച്ഛേദന സ്വയം ശരീരത്തിൽ ഏറ്റെടുത്തു എന്നുള്ള കാര്യമാണ് ഞാൻ ഓർപ്പിച്ചത്. മറക്കരുത്, അതൊരിക്കലും ദേവാലയത്തിൽ കൊണ്ട് ചെയ്ത കർമ്മമല്ല, വീട്ടിൽ വെച്ച് തന്നെ നടന്ന സംഭവമാണ് എന്നുള്ള കാര്യവും മറക്കരുത്. പള്ളി വെച്ചാണെങ്കിൽ അങ്ങനെ പറഞ്ഞോട്ടെ, അതിന്റെ വഴക്കിനൊന്നും പോകണ്ട. അതുകൊണ്ട് ഇപ്പം പള്ളി വെച്ചാണെന്ന് പറഞ്ഞു കരുതി മഹാഭാവവും നരകത്തിൽ പോകുന്ന കാര്യമൊന്നും അല്ലല്ലോ, അവനും ചിന്തിക്കണ്ട. പക്ഷെ നടന്ന വീട്ടിൽ വെച്ചാണെന്ന് മാത്രം, അത് മറക്കരുത്. യഹൂദൻ അതാണ് ചെയ്തു വരുന്നത്, ഒരിക്കലും മറന്നു പോകരുത്. അപ്പോൾ ഒരു കാര്യം, ഒരു ഗുണപാഠം, ഒരു സ്പിരിച്വൽ മീനിങ് ഞാൻ പറഞ്ഞു പോകാം. നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവ് എന്തിനാ 33.5 വയസ്സ് വരെ ഈ ലോകത്തിൽ ജീവിച്ചത്? 3.5 വയസ്സിലെ രക്തത്തിന് നമ്മെ വീണ്ടെടുക്കാൻ കഴിയും. യു ഹാവ് എനി ഡൗട്ട്? നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവിന്റെ 3.5 വയസ്സിലെ രക്തത്തിന് നമ്മെ വീണ്ടെടുക്കാൻ കഴിയും. പിന്നെന്തിനാ 33.5 വയസ്സ് വരെ ജീവിച്ചിരുന്നത്? കർത്താവ് 33 വയസ്സ് വരെ ലോകത്തിൽ ജീവിച്ചത് എന്തെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഞാനും നിങ്ങളും ദൈവം തരുന്ന ആയുസിന്റെ അന്ത്യം വരെയും ഈ ലോകത്തിൽ എങ്ങനെ ജീവിക്കണം എന്നുള്ളത് പ്രസംഗിച്ച് കേൾപ്പിക്കാതെ ജീവിച്ച് കാണിക്കുകയായിരുന്നു. ഒരു കല്യാണ വീട്ടിൽ ചെന്നാൽ എങ്ങനെ ഡീൽ ചെയ്യണം, നമ്മുടെ ബന്ധുക്കളുടെ വീട്ടിൽ ചെന്നാൽ നമ്മൾ എങ്ങനെയാണ് ഡീൽ ചെയ്യേണ്ടത്, ഒരു വീട്ടിൽ താമസിക്കേണ്ടതായിട്ട് വന്നാൽ അവിടെ നമ്മൾ എങ്ങനെ ഡീൽ ചെയ്യണം, നമ്മുടെ ജീവിതത്തിന്റെ ഓരോരോ സ്ഥിതിഗതികളും നിലവാരം എങ്ങനെയായിരിക്കും, അതെല്ലാം പറഞ്ഞു തരികയല്ലായിരുന്നു, ജീവിച്ച് കാണിക്കാറ്. അതുകൊണ്ടാണ് നമുക്ക് പിൻപറ്റുവാൻ നല്ലൊരു മാതൃക വെച്ചു പോയിരിക്കുന്നു എന്നല്ലേ തിരുവചനത്തിൽ കാണുന്നത്. നല്ലൊരു മാതൃക കർത്താവ് നമുക്ക് തന്നിട്ടുണ്ട്. ആ മാതൃക പിൻപറ്റി വേണം ഞാനും നിങ്ങളും മുന്നോട്ട് നീങ്ങാൻ. അപ്പോൾ അതുകൊണ്ടാണ് 33.5 വയസ്സ് വരെയും കർത്താവ് ലോകത്ത് ജീവിച്ചത് എന്ന് പറഞ്ഞാൽ ഒരു പുരുഷായുസ് എന്നുള്ള കണക്ക്. ഓക്കെ, ഞാൻ അതിന്റെ മറ്റു ഡീറ്റെയിലേക്ക് പിന്നീട് വന്നോളാം. രണ്ടാമതായി അവിടെ താമസിക്കുമ്പോൾ, ആ വീട്ടിൽ താമസിക്കുന്നത് രണ്ടാമത്തെ കാര്യം, ഇറ്റ് ഈസ് വെരി വെരി ഇമ്പോർട്ടൻറ്റ്. പ്രസന്റേഷൻ ഇൻ ദ ടെമ്പിൾ എന്ന് പറയും. പ്രസന്റേഷൻ ഇൻ ദ ടെമ്പിൾ എന്ന് പറഞ്ഞാൽ ദേവാലയത്തിൽ വാഴ്ത്തപ്പെട്ട കർത്താവിനെയും കൊണ്ട് മാതാപിതാക്കൾ ചെല്ലുന്ന രംഗമാണ് രണ്ടാമത്തെ പ്രധാന വിഷയം. അത് ഈ വീട് താമസിക്കുമ്പോഴാണ്. അത് മറക്കരുത്, അത് പറയാനായിട്ടാണ്. മനസ്സിലായല്ലോ? ഇവർക്ക് കിട്ടിയ ഒരു വാടക വീട്, ഒരു കൊച്ചു വീട്, ഇവരുടെ ബന്ധുക്കാരൊക്കെ അവിടെ ഉണ്ടായിരുന്നല്ലോ, അവരുടെ സഹായത്തിലാണ് ആ വീടൊക്കെ ക്രമീകരിക്കപ്പെട്ടത്. ആ വീട്ടിൽ താമസിക്കുന്ന നടന്ന ഒന്നാമത്തെ കാര്യം പരിച്ഛേദന ചെയ്യപ്പെട്ടു. 2, ദേവാലയത്തിൽ കൊണ്ടുചെന്ന് വാഴ്ത്തപ്പെട്ട കർത്താവിനെ അവിടെ സമർപ്പിക്കുന്ന രംഗം. അതാണ് രണ്ടാമതായിട്ട് നടന്നത്. അവിടെ നിങ്ങൾ ഒരു കാര്യം ശ്രദ്ധിക്കണേ, ഞാൻ ഈ 2-3 ക്ലാസ്സിന്റെ പിറകിൽ പറഞ്ഞ സെന്റൻസ് മറന്നു പോയത്. വിസ്ഡം ഓഫ് ഗാഡ്. കർത്താവിന്റെ ജനനം മുതൽ സ്വർഗാരോഹണം വരെയുള്ള മുഴുവൻ എന്താ പറയാ സംഭവങ്ങളും നമ്മൾ നോക്കുമ്പോൾ അവിടെയെല്ലാം ദൈവത്തിന്റെ ജ്ഞാനം വെളിപ്പെട്ട രംഗമാണ് നമ്മൾ കാണുന്നത്. ഓരോ സംഭവവും നമ്മൾ
വായിച്ചും ഗ്രഹിച്ചും പഠിച്ചും മനസ്സിലാക്കുമ്പോൾ ദൈവത്തിന്റെ ജ്ഞാനം വെളിപ്പെട്ടത് വേണം നമ്മൾ മനസ്സിലാക്കാൻ. മനസ്സിലാവുന്നുണ്ടോ? അങ്ങനെ ദൈവവചനം പഠിക്കാവൂ, പഠിപ്പിക്കാവൂ, പ്രസംഗിക്കാവൂ. ഞാൻ ഇന്ന് പകല് ഒരു സഹോദരി ഇങ്ങനെ ഫേസ്ബുക്ക് ജസ്റ്റ് ഒന്ന് നോക്കിയപ്പോ കണ്ടതാ. ഒരു ലേഡി ആയിട്ടുള്ളൊരു പാസ്റ്റർ. ആ സഹോദരി എന്താ പറയാ, ഒത്തിരി ഫോളോവേഴ്സ് ആ സഹോദരിക്കുണ്ട്. അപ്പൊ പറയുന്നു, നിങ്ങൾ ഡ്രീം ചെയ്ത ഏത് വീടാണോ, ഡ്രീം ചെയ്തത് ഏത് വാഹനമാണോ, സ്വപ്നം കാണുന്ന മനസ്സിൽ കാണുന്ന ഏതാണ്, അതിനെക്കുറിച്ച് പറയണം, അതിന്റെ പടം വരച്ചു വെക്കണം, എന്നിട്ട് അതിനുവേണ്ടി പ്രാർത്ഥിക്കണം. ഇറ്റ് വിൽ ബി ഗിവൺ ടു യു. നിങ്ങൾക്ക് നൽകപ്പെട്ടിരിക്കും. ഏത്? നിങ്ങൾ ഈ സ്വപ്നം കണ്ട് മനസ്സിൽ കണ്ട് പ്ലാൻ വരച്ച് പെയിന്റ് ഒക്കെ ചെയ്ത് വെച്ചിരിക്കുന്ന വീട് ദൈവം നിങ്ങൾക്ക് തന്നിരിക്കും. യെസ്, അത് എത്ര കോടി രൂപ വിലയുള്ളതാണെങ്കിലും ദൈവം നിങ്ങൾക്ക് തന്നിരിക്കും. വെരി ഗുഡ്. കിട്ടിട്ട് എന്താ കാണിക്കാന്? അല്ല, അത് കർത്താവ് നിനക്ക് തരുന്നതിലൂടെ ദൈവത്തിന് എന്താ ഗുണം? ആര് ചിന്തിക്കുന്നതൊക്കെ അല്ലേ? സ്വോത്രം. എന്ത് ചോദിച്ചാലും ഇങ്ങനെ തരാനായിട്ടിരിക്കുന്ന ഒരാളാ ദൈവം. സമ്പത്തുക്കളുടെ അപഹാരവും സന്തോഷത്തോടെ സഹിച്ചു. കാരണം ലോകം അവർക്ക് യോഗ്യമായിരുന്നില്ല. എന്നിട്ട് അവരെ ബലപ്പെടുത്താൻ പൗലോസ് പറയണം, നമുക്കിവിടെ നിലനിൽക്കുന്ന നഗരമില്ലല്ലോ. കണ്ടോ? ഇതൊക്കെ അപ്പോസ്തലത്തിന്റെ വാക്യം. അന്നേരം പറയാ, ഒരു 4 നിലയുള്ള വീട് നീ സ്വപ്നം കണ്ടിട്ട് അത് വരയ്ക്കണം. 4 നിലയുള്ള വീട് വരയ്ക്കാനുള്ള കഴിവുണ്ടായിരുന്നെങ്കിൽ എന്നെ എഞ്ചിനീയർ ആയി പോയാൻ. സ്വോത്രം. 10ാം ക്ലാസ്സിൽ 1-2 പടം വരയ്ക്കേണ്ട പോലും ജോലിക്കാരെ വരയ്ക്കാത്ത ടീമാണ്. പിന്നെ 4 നിലയുടെ പ്ലാൻ സ്കെച്ചും വരച്ചേച്ച് പെയിന്റ് ചെയ്ത് അത് കണ്ടുകൊണ്ട് പ്രാർത്ഥിക്കണം എന്നൊക്കെ പറയുന്നത്. വരയ്ക്കുന്നവരുണ്ട് കേട്ടോ, വരച്ചോട്ടെ, എനിക്കതിന് എതിരൊന്നും ഞാൻ പറഞ്ഞതല്ല. പക്ഷെ ശ്രദ്ധിക്കണം, ദൈവത്തിന്റെ വിസ്ഡം വെളിപ്പെട്ട 2ാമത്തെ രംഗമാണ് വാഴ്ത്തപ്പെട്ട കർത്താവിനെ ദൈവാലയത്തിൽ കൊണ്ടുചെന്ന് സമർപ്പിക്കുന്ന, ഡെഡിക്കേറ്റ് ചെയ്യുന്ന രംഗം. ഒരു പ്രശ്നമുണ്ട്. ദേവാലയത്തിലേക്ക് ചെല്ലുമ്പോൾ വെറും കൈയായിട്ട് ചെല്ലാൻ പാടില്ല. ദൈവം വെച്ച വ്യവസ്ഥയാണ്. അപ്പോൾ അവനവന്റെ പ്രാപ്തിക്ക് തക്കത് എന്താണോ, പശുക്കിടാവോ കാളക്കിടാവോ ആട്ടുകൊറ്റനോ ചെമ്മരിയാടോ കോലാടോ, ഇനി ഒട്ടും നിർവാഹമില്ലെങ്കിൽ കുറുമ്പുറാവിനെയാലും കൊണ്ടുവന്നു അല്ലേ? നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവിനെ കൊണ്ട് മാതാപിതാക്കൾ പോയപ്പോ എന്തും കൊണ്ടാ പോയത്? ഇനിയുള്ള ഭാഗങ്ങൾ നമുക്ക് ഒന്ന് വായിച്ചു പോകാമേ. ഞാൻ ഒട്ടും സ്പീഡിൽ പോകത്തില്ല, അല്പം സ്ലോവില് പോകും. ലൂക്കോസ് 2-ാം അധ്യായം എടുത്ത് 22 മുതലുള്ള വേദഭാഗം. ലൂക്കോസിന്റെ സുവിശേഷം 2-ാം അധ്യായം 22 മുതലുള്ള വേദഭാഗം. യെസ്, വെരി ഗുഡ്. മോശയുടെ ന്യായപ്രമാണ പ്രകാരം അവളുടെ ശുദ്ധീകരണ കാലം തികഞ്ഞപ്പോൾ, അടുത്തത് കടിഞ്ഞൂലായ ആണൊക്കെയും കർത്താവിന് വിശുദ്ധമായിരിക്കണമെന്ന് കർത്താവിന് ന്യായപ്രമാണത്തിൽ എഴുതിയിരിക്കുന്നത് പോലെ അവനെ കർത്താവിന് അർപ്പിപ്പാനും ഒരു ഇണ കുറുമ്പ്രാവിനെയോ 2 പ്രാക്കുഞ്ഞിനെയോ കർത്താവിന് ന്യായപ്രമാണത്തിൽ കൽപ്പിച്ചതുപോലെ യാഗം കഴിപ്പാനും അവർ അവനെ യെരൂശലേമിലേക്ക് കൊണ്ടുപോയി. കണ്ടോ? മാതാപിതാക്കൾ വാഴ്ത്തപ്പെട്ട കർത്താവിനെയും കൊണ്ട് യെരൂശലേം ദേവാലയത്തിലേക്ക് പോയ രംഗം. പശുക്കിടാവില്ല, കാളക്കിടാവില്ല, ആട്ടുകൊറ്റനില്ല, ചെമ്മരിയാടില്ല, കോലാടുമില്ല. പിന്നെയോ 2 കുറുമ്പ്രാവിനെ കൊണ്ടാ ചെല്ലുന്നു. അതെന്താ?
കുറുമ്പ്രാവിനെ കൊണ്ട് ചെല്ലാൻ കാര്യം? ലേവ്യ പുസ്തകം 5-ാം അധ്യായം എടുത്തേ. ബുക്ക് ഓഫ് ലെവിറ്റിക്കസ് ചാപ്റ്റർ 5 വേഴ്സ് 7. ലേവ്യ പുസ്തകം 5-ാം അധ്യായം 7-ാമത് വാക്യം. ഒന്നുണ്ട് പേര് വേഗം വേദോസ്തം തുറന്ന് വായിച്ചേ. ആട്ടിൻകുട്ടിക്ക് പകരം ആട്ടിൻകുട്ടിക്ക് അവന് വകയില്ലെങ്കിൽ താൻ ചെയ്ത പാപം നിമിത്തം അവൻ 2 കുറുപ്രാവിനെയോ 2 പ്രാവിൻ കുഞ്ഞിനെയോ ഒന്നിനെ പാപയാഗമായും മറ്റേതിനെ ഹോമയാഗമായും യഹോവയ്ക്ക് കൊണ്ടുവരണം. ശ്രദ്ധിക്കണേ, ആട്ടിൻകുട്ടിക്ക് അവന് വകയില്ലെങ്കിൽ, ആ പദം കിട്ടാൻ, താൻ ചെയ്ത പാപ നിമിത്തം 2 കുറുംപ്രാവിനെയോ പാപയാഗമായിട്ട് അർപ്പിക്കും. 11-ാമത്തെ വാക്യം എന്താ പറയുന്നത്? വേഴ്സ് 11. 2 കുറുപ്രാവിന് 2 പ്രാവിൻ കുഞ്ഞിനെയോ അവന് വകയില്ലെങ്കിൽ പാപം ചെയ്തവൻ പാപയാഗത്തിന് ഒരിടങ്ങഴി നേരിയ മാവ് വഴിപാടായി കൊണ്ടുവരണം. അത് പാപയാഗമാകൊണ്ട് അതിന്മേൽ എണ്ണ ഒഴിക്കരുത്, കുന്തിരിക്കവും ഇടുകയും അരുത്. അവൻ അത് പുരോഹിതന്റെ അടുക്കൽ കണ്ടോ? 2 കുറുംപ്രാവിനോ 2 പ്രാവിൻ കുഞ്ഞിനോ അവന് വകയില്ലെങ്കിൽ, എന്റെ ദൈവം, നിങ്ങൾ 12-ാമത്തെ എടുത്തേ. സോറി, അത് തന്നെ 12-ാം അധ്യായത്തിൽ 8-ാമത്തെ വാക്യം വായിച്ചിട്ട്. ലേവ്യ പുസ്തകം 12-ാമത്തെ 8-ാമത്തെ വാക്യം. ആട്ടിൻകുട്ടിക്ക് അവളുടെ പക്കൽ വകയില്ല എങ്കിൽ അവൾ 2 കുറുപ്രാവിനെയോ 2 പ്രാവിൻ കുഞ്ഞിനെയോ ഒന്നിന് ഹോമയാഗത്തിനും മറ്റേതിനെ പാപയാഗത്തിനുമായി കൊണ്ടുവരണം. പുരോഹിതൻ അവൾക്ക് വേണ്ടി പ്രായശ്ചിത്തം കഴിക്കണം, എന്നാൽ അവൾ ശുദ്ധയാകും. 14-ാം അധ്യായത്തിന്റെ 30 മുതൽ 14-ാം അധ്യായത്തിന്റെ 30 മുതൽ. അവൻ പ്രാപ്തി പോലെ കുറുപ്രാവുകളിലെ പ്രാവിൻ കുഞ്ഞുങ്ങളിലോ ഒന്നിനെ പാപയാഗമായിട്ടും മറ്റേതിനെ ഹോമയാഗമായിട്ടും ഭോജനയാഗത്തോടുകൂടെ അർപ്പിക്കണം. ഇങ്ങനെ പുരോഹിതൻ ശുദ്ധീകരണം കഴിയുന്നതിന് വേണ്ടി യഹോവയുടെ സന്നിധിയിൽ പ്രായശ്ചിത്തം കഴിക്കണം. ഇത് ശുദ്ധീകരണത്തിന് വേണ്ടി ഇവിടെ ശ്രദ്ധിക്കണേ, ഈ 14-ാം അധ്യായം കുഷ്ഠരോഗിയുടെ ശുദ്ധീകരണമാണ്. ഞാനത് പിന്നീട് പറയാം. നമ്മൾ കണ്ട വാക്യങ്ങളിലെല്ലാം ഒന്ന് ഊന്നൽ കൊടുത്ത് എംഫസൈസ് ചെയ്ത് പറയുന്ന ഒരു കാര്യം, ആട്ടിൻകുട്ടിക്ക് വകയില്ലെങ്കിൽ, കണ്ടോ, ആട്ടിൻകുട്ടിക്ക് വകയില്ലെങ്കിൽ അവരെന്ത് ചെയ്യണം? പ്രാവ് കുഞ്ഞിനെയോ കുറുംപ്രാവിനെയോ അവൻ യാഗം അർപ്പിക്കും. വാഴ്ത്തപ്പെട്ട കർത്താവിനെയും കൊണ്ട് മാതാപിതാക്കൾ പോകുമ്പോൾ എങ്ങനെ പോയെന്ന കണ്ടോ? 24-ാമത്തെ വാക്യത്തിലുണ്ട്. 2 പ്രാവും കുഞ്ഞോ കുറുംപ്രാവോ? നിങ്ങൾക്ക് എന്ത് മനസ്സിലായി? ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, വാഴ്ത്തപ്പെട്ട കർത്താവിനെയും കൊണ്ട് ദേവാലയത്തിലേക്ക് ചെന്ന് അവരുടെ പതിവ് പോലുള്ള ശുശ്രൂഷയ്ക്കായി അവർ ചെല്ലുമ്പോൾ, ദേവാലയത്തിലേക്ക് ചെന്ന് വഴിപാടർപ്പിക്കുന്ന, യാഗമർപ്പിക്കുന്ന സമയത്ത് ആട്ടുകൊറ്റനെയോ ചെമ്മരിയാടിനെയോ കോലാടിനെയോ പശുക്കിടാവിനെയോ കാളക്കിടാവിനെയോ ഒന്നും കൊടുക്കാതെ, അതിന് വകയില്ലാത്തതിനാൽ 2 കുറുംപ്രാവിനെയും കൊണ്ട് അവർ ദൈവാലയത്തിലേക്ക് ചെല്ലുക. ഒരു കാര്യം ഞാൻ പറയുന്നു, മറന്നു പോകരുത്. ഇനി ഇതിൽ താഴാൻ വേറെ ലെവലില്ല. പശുക്കിടാവാണെങ്കിലും കാളക്കിടാവാണെങ്കിലും ആട്ടുകൊച്ചനാണെങ്കിലും ചെമ്മരിയാടാണെങ്കിലും കോലാടാണെങ്കിലും കാശ് മുടക്കിയേ പറ്റൂ, അല്ലാതെ വേറെ നിവൃത്തിയില്ല. കുറുംപ്രാവിനെയും പ്രാക്കുഞ്ഞിനെയൊക്കെ ആണെങ്കിൽ കുടുക്കിട്ട് പിടിക്കുക, 5 പൈസ മുടക്കില്ല. മനസ്സിലാകുന്നോ? അങ്ങനെ പിടിച്ചെടുത്തന്നെ കൊണ്ടായി ചെല്ലുന്നു എന്ന് പറഞ്ഞാൽ അതിൽ ലോവസ്റ്റ് ലെവൽ വേറെ ഇല്ല. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു സമ്പന്നനായിരുന്നിട്ടും
അവന്റെ ദാരിദ്ര്യത്താൽ നിങ്ങൾ സമ്പന്നരാകേണ്ടതിന് നിങ്ങൾ നിമിത്തം ദരിദ്രനായി തീർന്ന കൃപ നിങ്ങൾ അറിയുന്നുവല്ലോ. നീ ഇതിലെങ്ങോട്ടാ താഴേണ്ടത്? അത്രത്തോളം ദരിദ്രനായി. കണ്ടോ, കുറുമ്പ്രാവിനോട് ചെന്നപ്പോഴാണ് മനസ്സിലായി ഒന്നിനും വകയില്ലാത്തവനാ. എനിക്കും മനസ്സിലാകുന്നില്ല, ഈ വകയില്ലാത്തവൻ എന്ന് പറഞ്ഞാൽ ആരെക്കുറിച്ചായി പറയുന്നത് ചിന്തിക്കണം. ചിന്തിക്കാൻ ഒക്കുന്നില്ലതല്ലേ? പരമസമ്പന്നൻ ഈ ധരണിയിൽ ഏറ്റവും ദരിദ്രനായി തീർന്നു മനസ്സാൽ നിരുപമ പ്രഭ അണിഞ്ഞിരുന്നവൻ പഴന്തുണി ധരിച്ചതും ചെറിയ കഥയോ എന്ന് പാട്ടുകാരൻ എത്ര ശ്രേഷ്ഠമാണ് അല്ലേ? ദൈവകരുണയിൻ ധനമഹാത്മ്യം നാവാൽ വർണ്യമോ. മനോഹരമായൊരു പാട്ടല്ലേ? പരമസമ്പന്നനീ ധരണിയിലേറ്റം ദരിദ്രനായി തീർന്നു മനസാ നിരുപമ പ്രഭയണിഞ്ഞിരുന്നവൻ പഴന്തുണി ധരിച്ചതും ചെറിയ സംഗതിയോ. ദൈവകരുണയിൻ ധനമഹാത്മ്യം നാവാൽ വർണ്യമോ. ദൈവകരുണയിൻ ധനമഹാത്മ്യം. കണ്ടോ, വകയില്ലാത്തവനായി കുറുമ്പ്രാവിനെയും കൊണ്ട് മാതാപിതാക്കൾ വാഴ്ത്തപ്പെട്ട കർത്താവുമായ ദൈവാലയത്തിലേക്ക് ചെല്ലുമ്പോൾ ഞാനിങ്ങനെ മനസ്സിൽ കണ്ടു നോക്കാറുണ്ട്, അപ്പൊ ആ സ്വർഗത്തിലെ സ്ഥിതിഗതികൾ എന്തായിരിക്കും? പുത്രൻ ഒന്നിനും വകയില്ലാത്തവനായിട്ടേ ദൈവാലയത്തിലേക്ക് ചെല്ലുമ്പം സ്വർഗത്തിലെ ദൂതന്മാരുടെ അവസ്ഥ എന്തായിരിക്കും ഞാൻ ചിന്തിച്ചു നോക്കാറുണ്ട്. ഞാൻ ചിലപ്പോൾ ഒരു ബോട്ടനെ പോയി ഇങ്ങനെയൊക്കെ ചിന്തിച്ചു നോക്കാറുണ്ട്. സ്വർഗവും തൃക്കണ്ണിന് നിർമ്മലമല്ലല്ലോ എന്ന് എഴുതിയേക്കുന്നു. അപ്പൊ ദൈവത്തിന്റെ എന്താ പറയാ ശ്രേഷ്ഠത എത്ര വലുതാ നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവിന് അല്ലേ? സകലവും അവന് കാൽ കീഴാക്കി കൊടുത്തിരിക്കുന്നു. ആ വാഴ്ത്തപ്പെട്ട കർത്താവ് എന്നെയും നിങ്ങളെയും പ്രതി ഒന്നിനും വകയില്ലാത്തവനായി തീർന്ന് സെക്കരിയാവിന്റെയും എലിസബത്തിന്റെയും കയ്യിൽ ഒതുങ്ങി, യോസഫിന്റെയും മറിയുടെയും കയ്യിൽ ഒതുങ്ങി ദേവാലയത്തിലേക്ക് വരുന്ന രംഗം ഒന്ന് ചിന്തിച്ചു നോക്കി. സ്വോത്രം. എനിക്കിത് ഭയങ്കര ത്രില്ലിംഗ് ആയിട്ടുള്ള സംഭവം. ഞാൻ ഒരു കാര്യം ഇടയ്ക്ക് കയറി പറയാം. ദൈവപുത്രൻ മനുഷ്യപുത്രനായി വന്നപ്പോഴത്തെ രംഗം നിങ്ങൾ ശ്രദ്ധിച്ചാൽ ഒരു കാര്യം പിടി കിട്ടും. ഇത് കഴിഞ്ഞ് പറഞ്ഞാൽ ഞാൻ ഇടയ്ക്ക് കയറി പറയാം. ഈ 40 ദിവസം ഉപവാസിച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് കർത്താവിന് വിശന്നല്ലോ അല്ലേ? ലൂക്കോസ് 4-ാം അധ്യായത്തിൽ പിശാച് നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവിനെ പരീക്ഷിക്കുന്ന രംഗം നമ്മൾ കാണും. അപ്പോൾ പിശാച് പറയും, നീ ദൈവപുത്രനെങ്കിൽ ഈ കല്ലിനോട് അപ്പമാകാൻ പറയുക. നീ ദൈവപുത്രനെങ്കിൽ ദേവാലയ ഗോപുരത്തിന് താഴേക്ക് ചാടുക. നീ ദൈവപുത്രനെങ്കിൽ ഒന്ന് വീട് നമസ്കരിച്ചാൽ മതി. നിങ്ങൾ അവിടെ എല്ലാം വായിക്കുമ്പോൾ ശ്രദ്ധിക്കണേ. നീ ദൈവപുത്രനെങ്കിൽ ഈ കല്ലിനോട് അപ്പമാകാൻ പറയുമ്പോൾ കർത്താവിന്റെ മറുപടി, മനുഷ്യപുത്രൻ അപ്പം കൊണ്ട് മാത്രമല്ല ദൈവത്തിന്റെ വായുന്ന സകല വചനം കൊണ്ട് ജീവിക്കും. പിന്നെയും പറഞ്ഞു ദൈവപുത്രനെങ്കിൽ താഴേക്ക് ചാടാൻ. കർത്താവിന്റെ മറുപടി മനുഷ്യപുത്രൻ. പിന്നെയും പറയും ദൈവപുത്രൻ. പിശാച് പറയുമ്പോ കർത്താവ് പറയും മനുഷ്യപുത്രൻ. പിശാച് ദൈവപുത്രൻ ആവർത്തിക്കുമ്പോൾ അതെന്താ കാര്യം? പിശാച് നമ്മുടെ കർത്താവിനെ ദൈവപുത്രൻ എന്ന് പറയുമ്പോൾ 10 പേര് കേൾക്കുന്ന കേട്ടോണ്ടെന്ന് ഓർത്ത. കർത്താവ് പറഞ്ഞ മനുഷ്യപുത്രന്ന് എന്താ കാര്യം എന്നറിയാമോ? പെട്ടെന്ന് ഞാൻ പറയാം.
ഈ യൂണിഫോമിൽ വരുന്ന SI ആണോ യൂണിഫോം ഇല്ലാതെ വരുന്ന SI ആണോ കൂടുതൽ ചടങ്ങുണ്ടാക്കുന്നത്? സാധാ ഡ്രസ്സിൽ വരുന്ന ഒരു സബ് ഇൻസ്പെക്ടർ ആണോ പ്രശ്നക്കാരൻ, അതോ യൂണിഫോമിൽ വരുന്നതാണോ? നമുക്കറിയാം വേഷം മാറി വരുന്ന സബ് ഇൻസ്പെക്ടർ തന്നെയാ പ്രശ്നം, ശരിയല്ലേ? യൂണിഫോമിൽ വരുമ്പോൾ കാണുമ്പോൾ അറിയാമല്ലോ, ഇത് മറ്റേ അറിയാൻ ഒക്കത്തില്ല. പക്ഷെ പിശാചിന് അറിയാം ഇത് ആരാന്നുള്ളത്. മനസ്സിലായോ? യൂണിഫോം ഇല്ലാതെ വന്നിരിക്കുകയാണെന്നുള്ളത് പിശാചിന് പിടികിട്ടി. അതുകൊണ്ട് ഇവൻ സമയം കിട്ടുന്നിടത്ത്, സന്ദർഭം കിട്ടുന്നിടത്തെല്ലാം പറയുന്ന കാര്യം ദൈവപുത്രൻ, ദൈവപുത്രൻ, ദൈവപുത്രൻ. കർത്താവ് അന്നേരം എല്ലാം മനുഷ്യപുത്രൻ, മനുഷ്യപുത്രൻ, മനുഷ്യപുത്രൻ. വായിക്കുമ്പം അത് ഇപ്പം വായിക്കാനും അങ്ങനെ ഗ്രഹിക്കാൻ നമുക്ക് എളുപ്പമുണ്ടായിരുന്നു. ഞാൻ ഓർക്കും ഈ വാക്യമൊക്കെ വിശ്വാസികളില്ല, ഉപദേശിമാരും പാസ്റ്റർമാരും ഒന്നും അറിഞ്ഞിരുന്നില്ല, അത്ര നന്നായിരുന്നേനെ. നമ്മുടെ പാസ്റ്റർമാരെ കർത്താവിന്റെ ശ്രേഷ്ഠദാസ് എന്ന് പറഞ്ഞില്ലെങ്കിൽ പുള്ളിക്ക് ഇഷ്ടപ്പെടുവോ? റൈറ്റ് റവറന്റ് ഡോക്ടർ, എനിക്കറിയാൻ മേല. കർത്താവിന് റൈറ്റും ഇല്ല, റവറന്റും ഇല്ല, ഡോക്ടറും ഇല്ല, വെറും യേശു. പിന്നെ പാട്ട് എഴുതിയപ്പോ 2 ശ്രീ യേശു എന്നങ്ങ് എഴുതി. ഒരു ശ്രീ, ഇപ്പൊ 2 ശ്രീ ഉള്ള ആളില്ല, ചുമ്മാ നടക്കും. ശ്രീ ശ്രീ. നമ്മുടെ കർത്താവിന് 2 ശ്രീ ഇല്ല, ഒന്നേ ഉള്ളൂ, ശരിയല്ലേ? ഞാനൊരു കാര്യം പറയാം. നമ്മെ മറ്റുള്ളൊരു പരിധിക്കപ്പുറം പുകഴ്ത്തുമ്പോൾ ബി കെയർഫുൾ, ദാറ്റ് ഈസ് സോ ഡേഞ്ചറസ്. അങ്ങനെ ആരും നമ്മെ ഒരു പരിധിക്കപ്പുറം പബ്ലിക്കിൽ ഓണർ ചെയ്യണം, ദാറ്റ്സ് ഇറ്റ്. പക്ഷെ അതിനപ്പുറത്തേക്ക് വേണ്ട. കർത്താവിന്റെ ഗുരുദാസൻ, കർത്താവിന്റെ ശ്രേഷ്ഠദാസൻ, കർത്താവിന്റെ ദാസൻ എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് ഓക്കെ. കർത്താവിന്റെ വിലയേറിയ ദാസനും കർത്താവിന്റെ ശ്രേഷ്ഠദാസനും, പിന്നെ അതിനപ്പുറത്തെ വല്ലതും ഒക്കെ ഉണ്ടോ? കാണുമായിരിക്കും. ഞാനിത് അത്ര കെയർലെസ് ആയതുകൊണ്ട് എനിക്ക് അത്ര പിടുത്തം പോരാ ഭാഗവുമായിട്ട്. ഡോണ്ട് ഡു ദാറ്റ്. ഞാൻ എന്തിനാ പറഞ്ഞറിയാമോ? വിശുദ്ധത്തിലേക്ക് മടങ്ങി വരും. എത്രത്തോളം ഒരു മനുഷ്യൻ ലോകത്തിൽ താഴാമോ അത്രത്തോളം വാഴ്ത്തപ്പെട്ട കർത്താവ് താണു വരാൻ കാരണം, നാളെ നീ പറയരുത് എന്നെ പോലൊരു ദരിദ്രനില്ല, ഗതിയില്ലാത്തവൻ, വകയില്ലാത്തവനെന്ന് ആരും പറയരുത്. അതിന് പാപമൊഴികെ സകലത്തിനും നമുക്ക് തുല്യമായി പരീക്ഷിക്കപ്പെട്ടവൻ അത്രേ നമുക്കുള്ളത്. സ്തോത്രം. പാപമൊഴികെ ബാക്കി സകലത്തിലും നമ്മെക്കാളും താണിറങ്ങിയ ഒരു കർത്താവിന്റെ പിന്നാലെയാ. കണ്ടോ? കയറി കിടക്കാൻ വീടില്ലാത്തവന്റെ പുറകെ ഇറങ്ങിയിരിക്കുന്നു, കരം കൊടുക്കാൻ നിർവാഹമില്ലാത്തവന്റെ പുറകെ ഇറങ്ങിയിരിക്കുന്നു. കർത്താവിന് കരം കൊടുക്കാൻ നിർവാഹമില്ല, ആ കർത്താവിന്റെ നാമത്തിലാണ് കോടികൾ വരട്ടെ. ഒരു ഫൈനാൻഷ്യൽ ബ്രേക്ക് ത്രൂ ഈ ദിവസങ്ങളിൽ നിന്റെ കുടുംബത്തിനകത്തൊരു ഫൈനാൻഷ്യൽ ബ്രേക്ക് ത്രൂ. എന്തെടുക്കാൻ? അല്ലെ ഈ ഫൈനാൻഷ്യൽ ബ്രേക്ക് ത്രൂ ഉണ്ടായിട്ട് എന്താ ഗുണം? ഏതെങ്കിലും ദേവദാസന്മാരെ സപ്പോർട്ട് ചെയ്യുമോ? ഇല്ലല്ലോ. ഇനി ഫൈനാൻഷ്യൽ ബ്രേക്ക് ത്രൂ കൊണ്ട് എന്താ ഗുണം? കട്ടം സഹിക്കുന്ന, വീടും കൂടും എല്ലാം വിട്ട് അന്യദേശത്ത് പോയി കർത്താവിന്റെ വേല ചെയ്യുന്ന ആർക്കെങ്കിലും ഇത് പ്രയോജനപ്പെടുന്നുണ്ടോ? ഇല്ലല്ലോ. സോദരം, നമ്മുടെ ചിന്ത അനുഗ്രഹം എന്ന് പറഞ്ഞാൽ എല്ലാം ഫൈനാൻസ് ആണെന്നാ. പോട്ടെ, ഫൈനാൻസ് ഇല്ല നമുക്ക് ജീവിക്കാനൊക്കെ ഇറ്റ് ഇസ് വെരി എസെൻഷ്യൽ. യഹോവയുടെ അനുഗ്രഹത്താൽ സമ്പത്തുണ്ടാകുന്നു, മനുഷ്യ അധ്വാനത്തോട് അതിനൊന്നും കൂട്ടുന്നില്ല. അങ്ങനെയാണ് വാക്യം. അപ്പൊ വല്ലതും ഉണ്ടെങ്കിൽ ദൈവം തന്നതേ ഉള്ളൂ. അതുകൊണ്ട് അത് വേണ്ടെന്നല്ല ഞാൻ പറഞ്ഞു, തെറ്റിദ്ധരിക്കരുത്. ഞാൻ മടങ്ങി വരുന്നു. ഒരാൾ ആയുസിൽ എത്രത്തോളം ദരിദ്രമായ അവസ്ഥ അനുഭവിക്കാമോ അതിലും ലോ ലെവലിലേക്ക് നമ്മുടെ കർത്താവ് ഇറങ്ങി വന്നെന്നുള്ളതാ ഞാൻ ഈ പറഞ്ഞു വന്നത്. കണ്ടോ? ഓക്കെ, നിങ്ങൾ ആ ലൂക്കോസ് സുവിശേഷത്തിലേക്ക് വന്നേ. 25 മുതൽ വായിച്ചേ. 2:25 ലൂക്കോസ്. എനിക്ക് ആ സമയം ശലം വെള്ളം കുടിക്കില്ല, അതാ. യെരുശലേമിൽ ലൂക്കോസ് 2:25. യെരുശലേമിൽ ശിമിയോൻ എന്ന് പേരുള്ള ഒരു മനുഷ്യൻ ഉണ്ടായിരുന്നു. ഈ മനുഷ്യൻ നീതിമാനും ഇസ്രായേലിന്റെ ആശ്വാസത്തിനായി കാത്തിരിക്കുന്നവനും ആയിരുന്നു. പരിശുദ്ധാത്മാവ്
അവന്റെ മേൽ ഉണ്ടായിരുന്നു. കർത്താവിന്റെ ക്രിസ്തുവിനെ കാണും മുമ്പേ മരണം കാണുകയില്ല എന്ന് പറഞ്ഞ പരിശുദ്ധാത്മാവിനാൽ അവന് അരുളപ്പാട് ഉണ്ടായിരുന്നു. അവൻ ആത്മനിയോഗത്താൽ ദൈവാലയത്തിൽ ചെന്നു യേശു എന്ന പൈതലിന് വേണ്ടി ന്യായപ്രമാണത്തിന്റെ ചട്ടപ്രകാരം ചെയ്യുവാൻ അമ്മയപ്പന്മാർ അവനെ അകത്തു കൊണ്ടു ചെന്നപ്പോൾ അവനെ കയ്യിൽ ഏന്തി ദൈവത്തെ പുകഴ്ത്തി, ഇപ്പോൾ നാഥ, തിരുവചനം പോലെ നീ അടിയനെ സമാധാനത്തോടെ വിട്ടയക്കുന്നു. ജാതികൾക്ക് വെളിപ്പെടുവാനുള്ള പ്രകാശവും നിന്റെ ജനമായ ഇസ്രായേലിന്റെ മഹത്വമായി നീ സകല ജാതികളുടെയും മുമ്പിൽ ഒരുക്കിയിരിക്കുന്ന നിന്റെ രക്ഷയെ എന്റെ കണ്ണ് കണ്ടുവല്ലോ എന്ന് പറഞ്ഞു. ഇങ്ങനെ അവനെ കുറിച്ച് പറഞ്ഞതിൽ അവന്റെ അപ്പനും അമ്മയും ആശ്ചര്യപ്പെട്ടു. പിന്നെ ശിമയോൻ ആന്റി കണ്ടോ, 25-ാം വാക്യം തുടങ്ങുമ്പോൾ ഒരു കാര്യം എടുത്തു പറഞ്ഞു. ഈ മാതാപിതാക്കൾ ഈ രണ്ട് കുറുമ്പ്രാവിനെയും കൊണ്ട് കർത്താവിനെ എടുത്ത് ദേവാലയത്തിലേക്ക് ചെന്നപ്പോ അവിടെ രണ്ടുപേര് ദേവാലയത്തിന് എങ്ങും പോകാതെ, ദേവാലയം വിട്ടുപിരിയാതെ അവിടെ ദേവാലയത്തിന് താമസിച്ച രണ്ടുപേരുണ്ടായിരുന്നു. ഒരു പ്രവാചകി, മറ്റൊരാളെ ശിമിയോൻ. പ്രവാചിയുടെ പേരൊക്കെ അതിനകത്ത് കൊടുത്തിട്ടുണ്ട്, നിങ്ങളിപ്പോ വായിച്ചതല്ലേ. നിങ്ങൾ ശ്രദ്ധിക്കണേ, അവർ രണ്ടുപേരും ദേവാലയം വിട്ടുപിരിയാതെ ദേവാലയത്തിൽ തന്നെ കഴിയുക. കാരണം ശിമിയോന്റെ മേൽ പരിശുദ്ധാത്മാവുണ്ടായിരുന്നു. തന്നോട് ദൈവത്തിന്റെ അരുളപ്പാടുണ്ടായിരുന്നു, ഇസ്രായേലിന്റെ രക്ഷകനെ കണ്ടിട്ട് നീ പോകത്തുള്ളൂ. നമ്മളാണ് അന്നേരം പിടിച്ചു വെച്ച് പ്രാർത്ഥിച്ചത് അല്ലേ? നമ്മുടെ ഇടയിലെ ചില പ്രയോഗങ്ങളാണ് പിടിച്ചു വെച്ച് പ്രാർത്ഥിക്കണം. ഇവര് പിടിച്ചു വെച്ച് പ്രാർത്ഥിച്ചൊന്നുമില്ല. ദൈവം തങ്ങളോട് അരുളി ചെയ്തതുപോലെ സകല ജാതികൾക്കുമുള്ള രക്ഷയെ, ദൈവം ഒരുക്കിയ രക്ഷയെ എന്റെ കണ്ണ് കണ്ടുവല്ലോ എന്ന് പറഞ്ഞ് വാഴ്ത്തപ്പെട്ട കർത്താവിന്റെ കരങ്ങളിലെടുത്ത് അനുഗ്രഹിക്കുന്ന രംഗം. ഇതെല്ലാം ഈ വീട്ടിൽ താമസിക്കുന്ന കാലയളവ് നടക്കുന്ന. പ്ലീസ് നിങ്ങൾ ആ കോണ്ടക്സ്റ്റ് വിട്ടുപോരുത്. ഞാൻ വളരെ സ്ലോവിൽ ഒരു കാര്യമേ പറഞ്ഞുള്ളെങ്കിലും അത് വ്യക്തമാകാൻ വേണ്ടിയിട്ടാണ്. അല്ലെങ്കിൽ എനിക്ക് വേണമെങ്കിൽ കുർള എക്സ്പ്രസ് പോകുന്ന സ്പീഡിൽ പോയിന്റ് പറഞ്ഞു വേണമെങ്കിൽ പോകാം. നോട്ട് മുഴുവൻ എന്റെ കയ്യിലുണ്ട്, സ്വർഗാരോഹണം വരെയുള്ളൂ. പക്ഷെ അങ്ങനെ ഞാൻ കുറെ പറഞ്ഞു വിട്ട് കാര്യമില്ലല്ലോ. ഇവര് ഈ വീട്ടിൽ താമസിക്കുന്ന സന്ദർഭത്തിൽ നടന്ന 2-3 പ്രധാന കാര്യങ്ങൾ നിശ്ചയമായിട്ടും നമുക്ക് അതിനെക്കുറിച്ച് അറിവുണ്ടാകണം. 1, പരിച്ഛേദന. 2, മാതാപിതാക്കൾ കർത്താവിനെ കൊണ്ട് ദൈവാലയത്തിലേക്ക് ചെല്ലുന്ന രംഗം. മനസ്സിലാകുന്നുണ്ടല്ലോ? അപ്പോൾ അവിടെ തിരിച്ചറിയേണ്ട ഒരു രഹസ്യം, ഇവർ ഈ കുഞ്ഞിനെ കയ്യിലെടുത്ത് അനുഗ്രഹിക്കുമ്പോൾ ഞാൻ പറഞ്ഞു പരിശുദ്ധാത്മാവും ശിമയോന്റെ മേൽ ഉണ്ടായിരുന്നു. ശിമയോന്റെ മേൽ പരിശുദ്ധാത്മാവ് ഉണ്ടായിരുന്നത് കൊണ്ട് ലോകം മുഴുവൻ ഓടി നടക്കല്ല, എന്റെ ദൈവാലയത്തിൽ തന്നെ താമസിച്ചു. എന്താ? പരിശുദ്ധാത്മാവ് തന്നോട് പറഞ്ഞു, ഇസ്രായേലിന്റെ രക്ഷകയെ ഒരുക്കിയിരിക്കുന്ന കാഴ്ച നീ കണ്ടിട്ടേ പോകത്തു. അത് കേട്ട നാളും ദേവാലയം വിട്ടുതിരി. ഇന്നല്ലെങ്കിൽ നാളെ ഇസ്രായേലിന്റെ രക്ഷകനെ ആയിരിക്കണം ദൈവാലയത്തിൽ വരും. അവനെ കണ്ട് സംതൃപ്തി അടഞ്ഞ് വേണം എനിക്ക് വിട്ടുപോകാൻ. സ്തോത്രം. നമ്മളങ്ങനെ വേണമെങ്കിൽ ഇസ്രായേൽ രക്ഷകനെ കാണുകയാണെങ്കിൽ അന്നേരം ഒരു ദൂത് നമുക്ക് കിട്ടും. ചില നാളുകൾ കൂടെ നീ എനിക്ക് വേണ്ടി ഓടേണ്ടതായിട്ട്, ചില ദേശം കൂടെ എന്റെ നാമത്തിൽ നീ കൈയടക്കാനായിട്ട്, എന്റെ വായല്ലോ അരുളി ചെയ്യുന്ന ഒരു ദൂതൊക്കെ കേൾക്കും, നമുക്കൊരു കുളിരും. പക്ഷെ ആത്മാവുള്ള ശിമയോൻ പറയുകയാണ്, നാഥ, ഇപ്പോഴോ നാഥ, അടിയനെ സമാധാനത്തോടെ വിട്ടയക്കണേ. ചില ദേശം കൂടെ കൈവശമാക്കാനുള്ള കൃപ നൽകണമെന്നല്ല പറഞ്ഞു. സ്തോത്രം. എനിക്ക് ഇഷ്ടപ്പെട്ടിരുന്നു ഞാൻ ഇങ്ങനെയൊക്കെ പറയുന്നല്ലേ. നിങ്ങളുടെ മുഖത്തിന് വൈക്ലഭ്യം പോലെ ചില ക്ലബ്ബൊക്കെ ഉണ്ടാകും, കുഴപ്പമില്ല. നമ്മുടെ ക്ലാസ് തീരുമ്പോഴത്തേക്കും അറിയാം നമ്മുടെ പ്ലാനും പദ്ധതിക്ക് ഏത് രൂപത്തിൽ പോകുന്നുള്ളത്. ഏതായാലും ഞാൻ പോവാം. സ്തോത്രം.
ഇപ്പോഴോ നാഥ അദനായി എന്നാ വിളിച്ചത്, ദൈവമേന്ന്. നിങ്ങൾക്കറിയോ, നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവിനെ ദൈവമേന്ന് രണ്ടാമത് അഭിസംബോധന ചെയ്യുന്നത് ശിമയോനാണ്. ആദ്യമാരാണ് അഭിസംബോധന ചെയ്തത്? ഈ കുഞ്ഞ് ദൈവപുത്രനാണെന്ന് ആദ്യം വിളിച്ചു പറഞ്ഞത് ആരാ? ആട്ടിടയന്മാരല്ല, ആട്ടുകാവൽക്കാർ. എന്തുകൊണ്ടാണെന്ന് ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട്. ഒരു ഇടയന്മാരല്ല, കന്നാവിനെ കയ്യപ്പാവിനും ഹോൾസെയിലായിട്ട് കൊടുക്കാനുള്ള ആടിനെ നോക്കുന്ന ആളുകൾ, ഒരു വിദ്യാഭ്യാസം ഇല്ലാത്ത. പക്ഷെ അവരാണ് ആദ്യം ഇത് ദൈവപുത്രനാണെന്ന് പറഞ്ഞത്. ദൈവത്തിന്റെ പുത്രൻ നിങ്ങൾക്കായി ദാവീദിന്റെ പാട്ട് ജനിച്ചിരിക്കുന്നു വിളിച്ചു പറഞ്ഞില്ലേ? കണ്ടോ? ദൈവത്തിന്റെ പുത്രനല്ലേ ദൈവം, അല്ലെ പിന്നെ ആരാ ദൈവം? കണ്ടോ? ദൈവപുത്രൻ എന്ന് ആദ്യമായി പറഞ്ഞത് ഈ ഇടയന്മാരാണെങ്കിൽ, രണ്ടാമത് യേശു ദൈവമാണെന്ന് തെളിയിക്കുന്ന സന്ദർഭമാണ് ശിമയോന്റെ വാക്കുകൾ. ഇപ്പോഴോ നാഥ, ആ പടുവൃദ്ധനായ മനുഷ്യൻ ആ കൊച്ചു കുഞ്ഞിനെ കയ്യിലെടുത്ത് വിളിച്ചു പറയും, എപ്പോഴോ നാഥ, അടിയനെ സമാധാനത്തോടെ വിട്ടയക്കണമേ. സകല ജാതികൾക്ക് ഒരുക്കിയ അങ്ങയുടെ രക്ഷ എന്റെ കണ്ണ് കണ്ടുവല്ലോ. അതുകൊണ്ട് ഇനി എനിക്ക് സ്വസ്ഥമായി എന്റെ ശുശ്രൂഷ തികച്ച് അക്കരയ്ക്ക് പോകാം എന്നാണ് ശിമയോൻ പറഞ്ഞത്. ആ രംഗമൊക്കെ ഭയങ്കര നമ്മെ ത്രില്ലടിപ്പിക്കുന്നതാണ് കേട്ടോ. 29ാമത്തെ വാക്യത്തിലുണ്ട്, ഇപ്പോൾ നാഥ തിരുവചനം പോലെ നീ അടിയനെ സമാധാനത്തോടെ വിട്ടയക്കുന്നു. ജാതികൾക്ക് വെളിപ്പുള്ള പ്രകാശവും ധനജനമായ ഇസ്രായേലിന്റെ മഹത്വവുമായി നീ സകല ജാതികളുടെയും മുമ്പിൽ ഒരുക്കിയിരിക്കുന്ന നിന്റെ രക്ഷയെ എന്റെ കണ്ണ് കണ്ടുവല്ലോ. ഇങ്ങനെ അവനെ കുറിച്ച് പറഞ്ഞതിൽ അവന്റെ അപ്പനും അമ്മയും ആശ്ചര്യപ്പെട്ടു. ഞാനത് ബാക്കി പറയാൻ ഒന്ന് പുറകോട്ട് വരിക. 21ാമത്തെ വാക്യം, 2:21. പരിച്ഛേദന കഴിപ്പാനുള്ള 8 ദിവസവും തികഞ്ഞപ്പോൾ അവൻ ഗർഭത്തിൽ ഉൽപ്പാദിപ്പിക്കും മുമ്പേ ദൂതൻ പറഞ്ഞതുപോലെ അവനെ യേശു എന്ന് പേർ വിളിച്ചു. മതി, നോക്കണേ. ദേവാലയത്തിൽ കൊണ്ടുവന്ന കൊച്ചിന് കൊടുക്കുന്ന പേര് യേശു. ആ പേരിനെ കുറിച്ചും കൂടെ ഒന്ന് ചെറുതായിട്ടൊന്ന് വിശദീകരിച്ചു പോകാമേ. യഹോശുവ, അതാണ് ശരിയായ പേര്. യഹോശുവ അങ്ങനെയാണ് വിളിക്കേണ്ടത്. യഹോശുവ. കൊച്ചു പിള്ളേർ പറഞ്ഞ കറക്റ്റ് ആയിരിക്കും, യേശു എന്ന് പറയുന്നത് അല്ലേ? യഹോശുവ. ആ ശബ്ദം തൊണ്ടെന്ന് പറഞ്ഞു. യഹോശുവ. ഹീബ്രു ഉച്ചരിക്കുമ്പം ഇംഗ്ലീഷ് ഉച്ചരിക്കുന്ന പോലെ ടങ്ങിലല്ല, തൊണ്ടയിലാണ് അതിന്റെ എംഫസിസ് ശബ്ദം കൊടുക്കേണ്ടത്. നമുക്കത് പിന്നീട് വന്നു. യഹോശുവ, അതാണ് പിന്നീട് യോശുവ എന്ന് വിളിച്ചത്. അന്നേ കാലത്ത് ഈ പേര് വളരെ കോമൺ ആയിട്ടുള്ള ഒരു പേരായിരുന്നു. നമ്മുടെ ഇത് സജീന്ന് സന്തോഷം എന്നും ഒക്കെ പറയുന്ന പോലെ ബിനു, ബിജു, ഇതൊക്കെ ഒരു കോമൺ നെയിം അല്ലേ? അതെ, അത് അത്ര കോമൺ ആകാൻ കാരണമുണ്ട് പറയാം. ഈ പേര് ആ കാലത്ത് കോമൺ ആയിട്ട് വരാൻ ഉള്ള പ്രധാന കാരണം, ഒന്ന്, ഇസ്രായേൽ മക്കളെ മിസ്രൈമിൽ നിന്നും 430 വർഷത്തെ അടിമത്തം അവസാനിപ്പിച്ച കനാനിലേക്ക് കൊണ്ടുവന്നത് മോശയുടെ നേതൃത്വത്തിലായിരുന്നുവെങ്കിലും മോവാബ് വരെ വരാനേ മോശയ്ക്ക് പറ്റിയുള്ളൂ. അതിനപ്പുറത്തേക്ക് കയറാനൊത്തില്ല. ആ ദൗത്യം മോശ ഏറ്റെടുത്തെങ്കിലും മോശയെ കൊണ്ട് അത് സാധിച്ചെടുക്കാൻ കഴിയാതെ പോയി. പകരം പിന്നെ അത് ചെയ്തെടുത്തത് ആരാണ്? ജോഷുവ. ശരിയല്ലേ? യശുവ, ജോഷുവ എല്ലാം ഒന്നു തന്നെയാണ്, മറക്കരുത്. അപ്പോൾ ഇതൊരു കോമൺ നെയിമായിട്ട് മാറുന്നതിന്റെ പിന്നെ കാരണം, മോശയ്ക്ക് കഴിയാതിരുന്ന വലിയ ദൗത്യം ആർക്ക് സാധിച്ചെടുക്കാൻ പറ്റി? ജോഷുവയ്ക്ക് സാധിച്ചെടുക്കാൻ പറ്റി. കണ്ടോ? അപ്പൊ രക്ഷകനായി മുൻനിരയിൽ നായകനായി നിൽക്കേണ്ട മോശയ്ക്ക് കഴിയാതിരുന്നത്
യഹോശുവ അല്ലെങ്കിൽ ജോഷുവയിലൂടെ സഫലമായപ്പോൾ ജോഷുവ ആള് കൊള്ളാം, ഇവന് രക്ഷിക്കാൻ കഴിയും, ഇവന് നയിക്കാൻ കഴിയും, ഇവന് വിടുവിപ്പാൻ കഴിയും, ഇവന് ദേശം കൈവശമാക്കി തരാൻ പറ്റും എന്ന തിരിച്ചറിവിലൂടെയാണ് പിന്നീട് വന്ന കുഞ്ഞുങ്ങൾക്കൊക്കെ ഈ പേര് ഇടാൻ കാരണവും അങ്ങനെ ഈ പേര് പോപ്പുലർ ആകാൻ കാരണമായിത്തീർന്നു. ഏത്? യഹോശുവ എന്നുള്ള പേര്. മനസ്സിലായാൽ? ജോഷുവ. നിങ്ങൾ ഒരു കാര്യം ശ്രദ്ധിക്കണേ, ഈ പേര് അങ്ങനെ കോമൺ ആയി നിൽക്കുമ്പോഴാണ് നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവിന്റെ കാലം വന്നപ്പോഴത്തേക്കിനി ഈ ജോഷുവ അല്ലെങ്കിൽ യഹോശുവ എന്നിത്യാദി പേരുകൾ കോമൺ ആയി നിലനിൽക്കെ ഗ്രീക്കിൽ നിന്നും ഒരു പേരും കൂടെ രംഗപ്രവേശനം ചെയ്തു. ഏത് കാര്യവും നടത്തി തരുന്ന ഗ്രീക്ക് ദേവനായ സിയൂസ്, ZEUS, സിയൂസ് ദേവനെ കുറിച്ചുള്ള ആളുകളുടെ താല്പര്യം വർദ്ധിച്ചു എന്നൊരു ടൈം കൂടെയായിരുന്നു. അപ്പൊ സിയൂസ് എന്നുള്ള പേരും വളരെ പോപ്പുലറായി. അങ്ങനെയാണ് ഗ്രീക്കിലും ഇംഗ്ലീഷിലും പേര് ജീസസ് ആയി മാറിയത്. കണ്ടോ? യഹോശുവ എവിടെ കിടക്കുന്നു, ജീസസ് എവിടെ കിടക്കും? ഇപ്പം നിങ്ങൾക്ക് വണ്ടി ഇല്ലാത്തതില്ല, അടുത്ത വണ്ടി എടുത്തത് ഇവിടെ വന്ന് തന്നെ തല തല്ലി പൊളിക്കാനുള്ള ദേഷ്യം നിങ്ങൾക്കുണ്ടെന്ന് എനിക്കറിയാം. കണ്ടോ? ജീസസിനേക്കാൾ നല്ല യേശു തന്നെ. സ്തോത്രം. നമ്മള് ഈ സ്റ്റൈല് കുറവാണെന്ന് ഓർത്താണല്ലോ ഈ പേരൊക്കെ നമ്മള് ആംഗലേയവൽക്കരിച്ച് നമുക്കും നമ്മുടെ കുഞ്ഞുങ്ങൾക്കൊക്കെ ഇടുന്നത്, അല്ലേ? അതെ. അബ്രഹാം എന്നുള്ള പേര് നല്ലത്, ഏബ്രഹാം അല്ല. മത്തായി ആണ് കറക്റ്റ്, മാത്യു അല്ല. നിങ്ങളുടെ കാര്യം ഇംഗ്ലീഷ് ബൈബിളിലെ പേര് വെട്ടുകയും ചെയ്തേക്കരുത്. ഞാൻ ഈ ആശയമാണ് പറഞ്ഞത്, അല്ലെങ്കിൽ വേറെ വഴിക്കങ്ങ് പോകരുത്. കണ്ടോ? ആ സിയൂസ് ദേവന്റെ Z ഉച്ചരിക്കുന്ന എങ്ങനെ നിങ്ങൾക്ക് അറിയാമല്ലോ, സ. അതിന് എളുപ്പമായി ഈ ടീം എല്ലാം കൂടെ ഇതിനകത്ത് വന്ന് കയറി ഇപ്പൊ പേരുണ്ടാക്കാൻ. അങ്ങനെയാണ് യഹോശുവ ജീസസ് ആയി മാറിയത്, ഗ്രീക്കുകാർക്കും ഇംഗ്ലീഷുകാർക്കും ഒക്കെ. പിണങ്ങോ നിങ്ങൾ എന്നോട്? നമ്മളാരും പ്രാർത്ഥിക്കുമ്പോഴാണെങ്കിലും ഈ യേശുവിന്റെ നാമത്തിൽ പറയാൻ നമുക്ക് ഇഷ്ടമല്ല, ഇൻ ദ നെയിം ഓഫ് ജീസസ്. അപ്പൊ അതാകുമ്പോ കുറച്ചൊരു ബലം, ഒരു പൊലിപ്പും, കേൾക്കുന്നവർക്കും ഒരു ഏതാണ്ടൊക്കെ ഒരു തോന്നലുണ്ടാകുമല്ലോ, ഇല്ലേ? പ്രൈസ് ദി ലോർഡ്. പോട്ടെ, ഞാൻ വേറെ രീതി പറയാനായിട്ടല്ല. ഒറിജിനൽ പേര് യഹോശുവ മസിയാഖ്. എഴുതുന്നവർക്ക് കൊണ്ട് പറഞ്ഞതേ ഉള്ളത്, യഹോശുവ മസിയാഖ്. അതാണ് കറക്റ്റ്. യഹോശുവ മസിയാഖ്. നോട്ട് ചെയ്യുന്നവർക്കൂടി ഞാൻ പറഞ്ഞത് മാത്രമേ ഉള്ളൂ. അതാണ് കറക്റ്റ് പേര്, യഹോശുവ മസിയാഖ്. ഡീറ്റെയിൽ ഒക്കെ ഞാൻ പിന്നീട് നമ്മൾ പഠിച്ചു വരുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അപ്പൊ കണ്ടോ, ദേവാലയത്തിൽ കൊണ്ട് പ്രസന്റ് ചെയ്തു. പ്രവാചകിയും ശിമിയോനും ഒക്കെ വാഴ്ത്തപ്പെട്ട കർത്താവിനെ കണ്ടു. ദൈവത്തിന്റെ രക്ഷയെ കാണുന്നത് വരെ മരണം കാണുകയില്ല ശിമിയോനോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ അത് കണ്ടപ്പോൾ സമാധാനത്തിന് വിട്ടയക്കണമേ എന്നുള്ള പ്രാർത്ഥനയോടുകൂടെ തന്നെ ശിമിയോൻ നിലകൊണ്ടു. കർത്താവിന്റെ പേര് എന്താണെന്ന് നമുക്ക് മനസ്സിലായി, യഹോശുവ മസിയാഖ്. യഹോശുവ അല്ലെങ്കിൽ ജോഷുവ എന്നുള്ള പേര് വരാൻ കാരണം കോമൺ ആയിരുന്നുവെന്നും അതിന്റെ അങ്ങനെ കോമൺ ആകാൻ കാരണം മോശയ്ക്ക് കഴിയാതിരുന്നത് യഹോശുവ അല്ലെങ്കിൽ ജോഷുവ സാധിച്ചെടുത്തത് കൊണ്ട് ആ പേരുള്ളവർക്ക് ഒരു പ്രത്യേകമായ എന്തൊക്കെ ഉണ്ടെന്നുള്ളൊരു തോന്നലും ഒരു വൈശിഷ്ട്യമൊക്കെ കൽപ്പിച്ചാക്കിയത് കൊണ്ടാണ് ആ പേര് അങ്ങനെ കോമൺ ആയി തീരാൻ കാരണമായി തീർന്നത്. മനസ്സിലാവുന്നില്ലേ? പേരിനകത്തൊന്നും
അർത്ഥമുണ്ടോ എന്ന് ചോദിച്ചാൽ കഴമ്പുണ്ടോ ചോദിച്ചാൽ നിശ്ചയമായിട്ടും ഉണ്ട്. ചിലതിനകത്തൊന്നും അത് ഒരു ഇതുമില്ല. കാരണം യേശുദാസ് എന്ന് പേരുണ്ട്, വല്ല ഗുണമുണ്ട് ഇല്ലേ? യേശുദാസ് എന്നുള്ള പേര് നല്ല പേരല്ലേ? യേശുവിന്റെ ദാസനാണോ? അല്ലല്ലോ. അപ്പൊ ആ പേരിനകത്ത് എന്ത് ഇരിക്കുന്നു? പുള്ളി പാടിയല്ലേ മറ്റേ പുള്ളി ഉറങ്ങുള്ളൂ. അതാ സ്ഥിതി. പേരുകൊണ്ട് പുള്ളി യേശുവിന്റെ ദാസനാണെങ്കിലും ഈ പുള്ളി പാട്ടുപാട് മാത്രം മറ്റടുത്ത് നടയടച്ച് പുള്ളിക്ക് ഉറങ്ങാനോ? അപ്പൊ പേരല്ല ഇവിടുത്തെ വിഷയം. പേര് പ്രാധാന്യം ഉണ്ടെന്നുള്ളത് ഞാൻ പിന്നീട് പറഞ്ഞുതരാം. ഞാൻ മുമ്പ് ചില പേരിനെ കുറിച്ചൊക്കെ പറഞ്ഞ് നിങ്ങളുടെ മനസ്സിൽ ഉണ്ടാകുമല്ലോ. നമ്മൾ ഊഹിക്കുന്നൊന്നും അല്ല എന്നുള്ളത് ഞാൻ ഓർപ്പിച്ചു. അപ്പോൾ ഈ വീട്ടിൽ താമസിക്കാൻ നടന്ന രണ്ടാമത്തെ കാര്യം ഇതാണ്: കർത്താവിനെ ദേവാലയത്തിൽ കൊണ്ട് പ്രസന്റ് ചെയ്യും. ഒരു കാര്യം കൂടെ ഞാൻ പറയാം. നമ്മുടെ കുഞ്ഞുങ്ങളും തലമുറകളൊക്കെ ദൈവസഭയുമായിട്ടും ആത്മീയ കൂട്ടായ്മയായിട്ടും നല്ല അറ്റാച്ച്മെന്റ് ഉള്ളവരായിരിക്കും. സ്തോത്രം. മനസ്സിലാകുന്നുണ്ടോ? പരമാവധി നമ്മുടെ കുഞ്ഞുങ്ങളൊക്കെ ആത്മീക വിഷയത്തിൽ വളരെ താല്പര്യമുള്ളവരും ആ നിലയിൽ ട്രെയിൻഡ് ആകാനായിട്ടാണ് നമ്മൾ ഉത്സാഹിക്കേണ്ടത്. ഞാൻ പിള്ളേരിനകത്ത് ഇല്ലാത്തതുകൊണ്ടാണ്, കേൾക്കുന്നുണ്ടെങ്കിൽ അവരെ മാറ്റി നിർത്തണം. ഇപ്പൊ ഞാൻ പറഞ്ഞ കാര്യം ഞാൻ ചോദിക്കട്ടെ, ഫിസിക്സിന് തോറ്റെന്നിരിക്കട്ടെ, ആകാശം ഇടിഞ്ഞു വീഴുവോ? ഫിസിക്സിന് തോറ്റാൽ എന്തോ സംഭവിക്കുന്നത് ഈ പറയുന്നത്? അതുകൊണ്ട് പിള്ളേർ ഫിസിക്സിന് തോക്കണമെന്ന് ഞാൻ പറഞ്ഞത് പറയരുത്. മാത്തമാറ്റിക്സിന് തോറ്റുപോയി, പോട്ടെന്നേ. എന്ത് സംഭവിക്കുന്ന നിങ്ങൾ ഈ പറയുന്നത്? നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ട്, പരീക്ഷ നടക്കുമ്പോൾ പിള്ളേർക്കല്ല വിഷം മുഴുവൻ മാതാപിതാക്കൾ. എന്റെ ദൈവമേ, കഞ്ഞി കുടിക്കുന്നില്ല, വെള്ളം കുടിക്കുന്നില്ല, ഇങ്ങനെ നെഞ്ചത്ത് കൈവച്ചൊരു 150 ചെണ്ടമേള ഹാർട്ടിനകത്ത് നടക്കുന്നത് മമ്മിയുടെ. സ്തോത്രം. ഇന്ന് വരെ സൺഡേ സ്കൂളിന്റെ പരീക്ഷ ഉപവാസം എടുക്കുന്ന ഏതെങ്കിലും അമ്മയെ കണ്ടിട്ടുണ്ടോ? മോക്ക് സൺഡേ സ്കൂളിന്റെ പരീക്ഷ ആയതുകൊണ്ട് ഉപവാസം എടുക്കുന്ന ഏതെങ്കിലും ഒരു അമ്മയെ കാണിച്ചാരാ ചോദിച്ചേ? വ്യാഴാഴ്ച കെമിസ്ട്രിയുടെ എക്സാം ഉണ്ടെങ്കിൽ ശനിയാഴ്ച മുതൽ ഉപവാസം തുടങ്ങുന്ന മമ്മിമാരെ എനിക്കറിയാം. ഇവൻ തമ്പുരാനെ ഉള്ളതും കൂടെ ഇനി അടുത്ത ക്ലാസ്സിൽ കാണുമോ? പിള്ളേരെ കൂടെ വഴി തെറ്റിക്കുന്ന ഉപദേശിച്ചാണെന്നോ? അതല്ല ഞാൻ പറഞ്ഞു. പ്രിയരെ, നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം, കെമിസ്ട്രിക്ക് തോറ്റാൽ രണ്ടാമത് എഴുതിയെടുക്കാം, മാത്സിന് തോറ്റാലും രണ്ടാമത് എഴുതിയെടുക്കാം. പക്ഷെ നിത്യതയുള്ള ബന്ധത്തിൽ ഒരു സെക്കൻഡ് ചാൻസ് ഇല്ലെന്നുള്ളത് കുഞ്ഞുങ്ങൾക്കും ബോധ്യമാക്കണം. അതേ ഞാൻ പറഞ്ഞു. മനസ്സിലാകുന്നുണ്ടോ? ഇല്ല, കുഞ്ഞുങ്ങൾ കെമിസ്ട്രിക്ക് തോക്കണമെന്നോ മാത്സിന് തോക്കണമെന്നോ അല്ല ഞാൻ പറഞ്ഞത്. ലീവ് ഇറ്റ്. അടുത്ത പ്രാവശ്യം എഴുതും, ജയിക്കും. ദാറ്റ്സ് ഓൾ. അതിന് പിള്ളേരോട് ടെൻഷൻ അടിക്കേണ്ട കാര്യമൊന്നുമില്ല. പിന്നെ പിള്ളേർ അത്രയും മേടിക്കുന്നല്ലോ ഞാൻ അത്ഭുതപ്പെടുക. ഈ പറഞ്ഞ നമ്മളോ, ഞാൻ എപ്പോഴും പറയാം, നമ്മുടെ SSLC ബുക്ക് ഇന്ന് വരെ നമ്മുടെ പിള്ളേർ കണ്ടിട്ടില്ല. അതുകൊണ്ട് മാത്രം നമ്മൾ രക്ഷപ്പെട്ടു നിൽക്കും. പഠിക്കടി എടുക്കടിന്നൊക്കെ നമ്മൾ പറയുമ്പോഴെല്ലാം സൂക്ഷിക്കേണ്ട കാര്യം, നമ്മുടെ SSLC ബുക്ക് ഇന്ന് വരെ നമ്മുടെ കുഞ്ഞുങ്ങൾ കാണാത്തത് കൊണ്ട് മാത്രം നമ്മൾ രക്ഷപ്പെട്ടു നിൽക്കുക. നമ്മുടെ SSLC ബുക്ക് എങ്ങാനും നമ്മുടെ പിള്ളേർ കണ്ടിരുന്നെങ്കിൽ നമ്മൾ എന്നേ കണ്ടം വഴി ഓടിയൻ. സ്തോത്രം. മനസ്സിലായോ? അവിടെ പിള്ളേർ പഠിക്കണ്ടെന്നോ അവരെ പഠനത്തെ നിരുത്സാഹപ്പെടുത്തൊന്നുമല്ല ഞാൻ ചെയ്തത്. ഞാൻ പറഞ്ഞത് നമ്മുടെ കുഞ്ഞുങ്ങളൊക്കെ മറ്റെന്തിനേക്കാളും ദൈവത്തോടുള്ള അറ്റാച്ച്മെന്റിൽ. ഞാനിവിടെ അടുത്ത ലൂക്കോസ് 2-ാം അധ്യായം വളരെ വിശദമായി പഠിക്കേണ്ട ഒരു അധ്യായമാണ്. ഞാൻ ഈ 1-2 ക്ലാസ്സിന്റെ കഴിവ് നമ്മൾ പുസ്തകത്തിലേക്ക് കയറും. അപ്പൊ ഞാൻ പറഞ്ഞു തരാം. കാരണം ഇവിടെ വാഴ്ത്തപ്പെട്ട കർത്താവിനെ ശിശു എന്ന് വിളിക്കുന്നു, പിന്നെ പൈതൽ, ബാലൻ, യേശു. മനസ്സിലായോ? ശിശുവാണ്, പൈതലാണ്, ബാലനാണ്, യേശുവാണ്. ഈ 4 ഘട്ടങ്ങളുടെ കർത്താവ് എന്ന് പറഞ്ഞാൽ എന്താ പറയാ, കുഞ്ഞുങ്ങളെ എങ്ങനെ വളർത്തണം, ചൈൽഡ്ഹുഡ് എങ്ങനെയാണ് സ്പിരിച്വലി മെയിൻറ്റെയിൻ ചെയ്യുന്നതിനുള്ളൊരു നല്ല മാതൃക ഇതിനകത്തുണ്ട്. പൈതൽ വളർന്നു, ദൈവകൃപയും അവന്റെ മേലുണ്ടായിരുന്നു. പൈതൽ വളർന്നു, മൊബൈലും അവന്റെ കയ്യിൽ ഉണ്ടായിരുന്ന നല്ല വാക്യം. ദൈവകൃപയും അവന്റെ മേലുണ്ടായിരുന്നു. ശരിയല്ലേ?
ആ ദൈവകൃപ അവന്റെ മേലെ ഉണ്ടായിരുന്നു. അല്ലാതെ ഒരേ സമയം 3 മൊബൈൽ ഉപയോഗിക്കാനുള്ള കഴിവ് എക്സ്ട്രാ ആയിട്ട് അവന്റെ കയ്യിൽ ഉണ്ടായിരുന്നല്ല. സ്തോത്രം. ഞാൻ എന്റെ വാക്കുകൾക്ക് വിരാമം കുറിക്കാൻ സമയം പോയത്. അടുത്തത് 3-ാമത്തെ വിഷയം ഞാൻ പറഞ്ഞു വെക്കാം. വാഴ്ത്തപ്പെട്ട കർത്താവിനെ കാണാൻ വിദ്വാൻമാർ, ജ്ഞാനികൾ വരുന്ന രംഗമാണ് 3-ാമതായിട്ട് നടന്നത്. ഞാൻ ഓർപ്പിച്ചു, പശുത്തൊട്ടി കടക്കുമ്പോഴല്ല വിദ്വാൻമാര് കാണാൻ വന്നത്, വീട്ടിൽ താമസിക്കുമ്പോഴാണ്. 3-ാമത് നടന്ന സംഭവം മാജായ്, മാഗി എന്നൊക്കെ ചില വായിക്കാറുണ്ട്, MAGI. അത് മാഗി എന്ന് വായിക്കുന്നതല്ല ശരി, മജായ് എന്ന് പറയുന്നതാണ് കുറച്ചുകൂടെ കറക്റ്റ്. ജായ് എന്ന് പറയുന്നതാണ് അതിന്റെ കറക്റ്റ് പ്രൊണൗൺസിയേഷനെ. മാഗി എന്ന് പറയുന്നത് കുഴപ്പമൊന്നുമില്ല. കർത്താവിനെ കാണാൻ വന്നവർ അവരാരൊക്കെയാണ്, എന്തൊക്കെയാണ് കൊണ്ടുവന്നത് എന്നൊക്കെ വന്ന 3 പേരുടെയും പേരുണ്ട്. 3 പേരാണെങ്കിൽ അടുത്ത ക്ലാസ് ഞാൻ അവരുടെ പേരും കൂടെ പറയാം, കുഴപ്പമില്ലല്ലോ. സ്തോത്രം. നമ്മൾ ഉദ്ദേശിക്കുന്ന പുള്ളികളൊന്നും അല്ല കാണാൻ വന്നത്. പിണങ്ങി അല്ലെങ്കിൽ ഞാൻ പറഞ്ഞു. സ്തോത്രം. കർത്താവിനെ കാണാൻ വന്നത് ആരാണ്, ഇവരാരാണെന്നൊക്കെ നമ്മൾ അറിഞ്ഞിരിക്കുന്നത് നല്ലതാണ്. ഈ പരിശുദ്ധാത്മാവിനെ കാശ് കൊടുത്ത് വാങ്ങിക്കാൻ വന്ന ശിമയോനെ കുറിച്ച് അപ്പോസ്തല പ്രവൃത്തി വായിക്കുന്നില്ലേ? സൈമൺ മാഗസ്, മാഗികൾ കേട്ടിട്ടില്ലേ? മാഗി പള്ളി എന്ന് കേട്ടിട്ടുണ്ടോ? സൈമൺ മാഗസ് ഈ കാറ്റഗറിയിലുള്ളതാണ്. എങ്ങനെയാണ് ഇവരെ ഈ മാഗികളായിട്ട് മാറുന്നത്, അല്ലെങ്കിൽ മാജായ്സ് അതെങ്ങനെ രൂപപ്പെട്ടു എന്നുള്ളതും എന്താണ് അവരുടെ പിന്നിലെ ചരിത്രം എന്നുള്ളതും ദൈവം വെച്ച് നമുക്ക് അടുത്ത ക്ലാസ്സിൽ വിശദമായിട്ട് ഞാൻ ഓർപ്പിക്കാം. മറക്കരുത്, ദൈവത്തിന്റെ ജ്ഞാനം വെളിപ്പെട്ട അതിപ്രധാനമായ രംഗങ്ങളിൽ കർത്താവും മാതാപിതാക്കളോടൊപ്പം വീട്ടിൽ താമസിക്കുന്ന നടന്ന പ്രധാനപ്പെട്ട സംഭവങ്ങൾ: 1, 8-ാം നാളിലെ പരിച്ഛേദന; 2, കർത്താവിനെ ദേവാലയത്തിൽ കൊണ്ടുവന്ന് സമർപ്പിക്കുന്നതും ശിമയോൻ കയ്യിലെടുത്ത് ദൈവത്തെ വാഴ്ത്തി പൈതലിനെ ആസ്വദിക്കുന്നതും അത് കേട്ട് മാതാപിതാക്കൾ അത്ഭുതപ്പെടുന്നതുമായ രംഗം നമ്മൾ കണ്ടു. ആ 2-ാമത്തെ രംഗം വ്യക്തിപരമായി നമ്മുടെ ജീവിതവുമായി വളരെയധികം അഭേദ്യമായ ബന്ധമുള്ള സംഗതിയാണ്. എന്ന് പറഞ്ഞാൽ എത്രത്തോളം ഒരു മനുഷ്യൻ ലോവർ ലെവലിലേക്ക് പോകാമോ അതിന്റെ ലോവസ്റ്റ് ലെവലിലേക്കും ഇറങ്ങിപ്പോയ ഒരു വാഴ്ത്തപ്പെട്ട കർത്താവാണ് നമുക്കുള്ളത്. എന്നെപ്പോലെ ദരിദ്രൻ ഈ ഭൂമിയിൽ ഇല്ലെന്ന് ഇനി ആർക്കും പറയാനൊക്കത്തില്ല. അത്രമേൽ ദാരിദ്ര്യാവസ്ഥയിലേക്ക് പോയി വകയില്ലാത്തവനായി തീർന്ന ഒരു വാഴ്ത്തപ്പെട്ട കർത്താവ്. 3-ാമത്തെ കാര്യം, തന്നെ വന്ന് കണ്ടു വണങ്ങാൻ വന്ന വിദ്വാൻമാർ, ജ്ഞാനികൾ അവരെവിടുന്ന് വന്നു, അവരുടെ പേരെന്തൊക്കെയാണ്, അവരെങ്ങനെയാണ് കർത്താവിനെ നമസ്കരിച്ചത് എന്നിത്യാദി കാര്യങ്ങൾ ദൈവം വെച്ച് നമുക്ക് അടുത്ത ക്ലാസ്സിൽ പഠിക്കാം. ഇന്നത്തെ ക്ലാസ് നിങ്ങൾക്ക് അനുഗ്രഹമായി തന്നെ വിശ്വസിക്കുന്നു. ദൈവം നമ്മെല്ലാവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കുമാറാകട്ടെ. താങ്ക് യു. ഗോഡ് ബ്ലസ് യു.